കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക. വിശുദ്ധ തിരുവെഴുത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ധന്യനായ പൗലോസ് ശ്ലീഹയുടെ വേദശാസ്ത്ര പ്രാധാന്യമർഹിക്കുന്ന 2 വേദഭാഗങ്ങളാണ് നിങ്ങൾ വായിച്ചു കേട്ടത്. വേദപുസ്തക ചരിത്രത്തിൽ പൗലോസിനോളം പുതിയ നിയമത്തിൽ ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട മറ്റൊരു വ്യക്തിയില്ല എന്ന് പറയത്തക്ക വിധം അസാധാരണ ദൈവനിയോഗത്തോടുകൂടെ ഈ ദൈവദാസൻ കർത്തൃകരങ്ങളിൽ പ്രയോജനപ്പെട്ടവനാണ്. ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് സഭയെ മുടിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ മാനസാന്തരത്താൽ ദൈവമുഖത്തേക്ക് നോക്കി തിരിഞ്ഞു നടന്ന ഈ ഭക്തനായ കർത്തൃദാസൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സംഭവ പരമ്പരകളെ ചേർത്ത് വെച്ചുകൊണ്ട് നാം ഇന്ന് രാത്രി അല്പമിനിറ്റുകൾ തിരുവെഴുത്തുകൾ ധ്യാനിക്കുകയാണ്. ഈ സൂചിക്കുഴയിൽ നൂല് കയറ്റുമ്പോൾ തയ്യക്കാർക്കൊരു ഏകാഗ്രതയുണ്ട്. ഇതുപോലെ തികച്ചും ഏകാഗ്രതയോടെ വേണം നിങ്ങൾ ഇന്ന് രാത്രി ഈ വചനം കേൾക്കാൻ. ഈ വചനം നിങ്ങളുടെ ഉള്ളിലേക്കൊന്നായാൽ ഞങ്ങൾ ധന്യരായി സ്വർഗം സന്തോഷിക്കുന്ന രാത്രിയാണ്. സ്തോത്രം. സ്തോത്രത്തോടെ പ്രതികരിക്കുക എന്നുള്ളത് നമുക്ക് അപമാനമല്ല, അത് നമുക്ക് അഭിമാനമാണ്. നിങ്ങൾ രാത്രി ഓർക്കുക, വിശുദ്ധ വേദപുസ്തക ചരിത്രം പരിശോധിക്കുമ്പോൾ 1-ാം നൂറ്റാണ്ടിൽ സഭയ്ക്ക് സംഭവിച്ച സാമ്രാജ്യ വ്യാപകമായ പീഡ അതിക്രൂരമായിരുന്നു. അതിൽ ഏറ്റവും നീചമായ പീഡയ്ക്ക് നേതൃത്വം നൽകിയ ആളാണ് നീറോ. അയാൾ ഒരു മാനസിക രോഗിയായിരുന്നു. സ്വന്തം അമ്മയെ അയാൾ സ്വന്തം കൈകൊണ്ടാണ് കൊന്നത്. 2 ഭാര്യമാരെ അദ്ദേഹം തൻ്റെ കൈകൊണ്ടാണ് വധിച്ചത്. ഇരയുടെ മരണപ്പിടച്ചിൽ മുൻപിൽ കാണുമ്പോൾ അതിലൂടെ വൈകാരിക സംതൃപ്തി അനുഭവിക്കുന്ന ഒരു തരം മനോരോഗം നീറോയെ ബാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ മാനസിക രോഗി എന്ന തലത്തിൽ കൊടും ക്രൂരതകൾ ചെയ്യുകയും അവസാനം ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു. നിങ്ങൾ തിരിച്ചറിയുക, ഇയാൾ ഏറ്റവും ക്രൂരമായി സഭയെ ഉപദ്രവിച്ചയാളാണ്. പൗലോസിൻ്റെ അവസാന ദിവസങ്ങൾ എങ്ങനെയായിരുന്നു? പൗലോസിൻ്റെ ഒടുവിലത്തെ ദിവസങ്ങൾ ഇത് തിരിച്ചറിയുമ്പോൾ ഈ രാത്രി ആധുനിക കാലഘട്ടത്തിൽ ഉയരുന്ന പല ഉപദേശങ്ങളും പൊള്ളയാണ് എന്ന് തിരിച്ചറിയത്തക്ക വിധം അവർ മുൻഗണന കൊടുക്കുന്നതിനേക്കാൾ മറ്റൊന്നിന് മുൻഗണന കൊടുക്കാനാണ് ദൈവം നമ്മെ വിളിച്ചത് എന്ന ബോധ്യത്തോടെ ഈ രാത്രി ദൈവത്തിന് മഹത്വം അർപ്പിക്കണം. ശ്രദ്ധിക്കുക, ഈ കർത്തൃദാസൻ നീറോയുടെ കാലഘട്ടത്തിൻ്റെ ക്രൂര പീഡനങ്ങൾക്ക് വിധേയനായി. AD 64 നീറോ ഭരണം ആരംഭിച്ചു. AD 68 പൗലോസും പത്രോസും ഒരു ജയിലറയിലേക്ക് ആ ശിക്ഷയ്ക്ക് തൊട്ട് മുൻപ് എത്തിച്ചേർന്നു. മർമാട്ടിൻ ഗുഹ എന്നറിയപ്പെടുന്ന ചരിത്രപ്രസിദ്ധമായ ഒരു ഗുഹയുടെ ഒരു വശത്തുകൂടെ കൂലം കുത്തി പതഞ്ഞുരഞ്ഞൊഴുകുന്ന ടൈബർ നദിയുടെ ഉള്ളിൽ അതിൻ്റെ കൊടും ശൈത്യത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ കർത്തൃദാസൻ കിടക്കുന്ന അളവിൽ എഴുതിയ ലേഖനമാണ് തിമത്യോസിൻ്റെ 2ാമത്തെ ലേഖനം. മരണം ഒരു വിളിപ്പാടകരെ തൻ്റെ കൺമുൻപിൽ വന്നു നിൽക്കുന്ന കാഴ്ച പൗലോസ് നേരിട്ട് കണ്ടു. തൻ്റെ മരണം സാധാരണ മരണമല്ല. തൻ്റെ മരണം തൻ്റെ കഴുത്ത് മുറിക്കാൻ ഉപയോഗിക്കുന്ന പീഠത്തിൻ്റെ ചുവട്ടിലേക്ക് തൻ്റെ കഴുത്തിലെ ചോര ഒഴുകി വീഴും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ മരണത്തിന് താൻ പാനീയ യാഗബലി എന്ന് പേര് കൊടുത്തു. തൻ്റെ മരണം ഒരു യാത്രയ്ക്ക് ശേഷമായിരിക്കും എന്ന് അദ്ദേഹത്തിന് നന്നായി മനസ്സിലായി. സ്തോത്രം. ഈ കർത്തൃദാസൻ അവസാനമായി ജയിലിൽ കഴിയുകയാണ്. ചരിത്രപ്രസിദ്ധമാർന്ന വിശദീകരണങ്ങളെ ഒന്ന് കോർത്തു പറഞ്ഞാൽ, ഒരു 10-20 അടി താഴേക്ക് കുത്തിയിറക്കി കരിങ്കല്ലിൽ പണിത ഗുഹയാണ് ഈ മർമാട്ടിൻ ഗുഹ. ഈ ഗുഹയിൽ നിന്ന് ടൈബർ നദിയിലേക്ക് തുറക്കുന്ന ഒരു കവാടമുണ്ട്. വാദം പൂർത്തിയായി വിധി കഴിഞ്ഞാൽ അരോഗദൃഢഗാത്രനായ ഒരു പടയാളി അകലത്തേക്ക് ഇറങ്ങി വരും.
എന്നിട്ട് കുറ്റവാളിയെ കഷണങ്ങളായി വെട്ടി നുറുക്കി നേരെ ടൈബർ നദിയിലേക്ക് വലിച്ചെറിയും. ഇങ്ങനെയാണ് പതിവ്. എന്നാൽ മതപരിവർത്തനം, മറ്റുള്ളവരെ ഭയപ്പെടുത്തി തടയുക എന്ന ലക്ഷ്യത്തോടുകൂടെ ഒരു കുലദിവസം റോമൻ ഗവൺമെൻറ് പൗലോസിന് വേണ്ടി നിശ്ചയിച്ചു. അതും തൊട്ടടുത്തുള്ള ചരിത്രപ്രസിദ്ധമായ ഒരു ചന്ത നടക്കുന്ന ദിവസം. ഒരു പിരമിഡിൻ്റെ ചുവട്ടിലെ ചന്ത ഏറ്റവും ശ്രദ്ധേയമായതുകൊണ്ടും നാനാദിക്കിൽ നിന്നും നിരവധി ആളുകൾ ആ ചന്തയിൽ എത്തിച്ചേരുന്നത് കൊണ്ടും അവരെ സാക്ഷിയാക്കി വേണം ഇദ്ദേഹത്തെ കൊല്ലാൻ എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ശ്രദ്ധേയമായ ആ മരണ ദിവസം എത്തിക്കഴിഞ്ഞു. ഈ കർത്തൃദാസൻ മരണത്തോടടുക്കുകയാണ്. തനിക്ക് മനസ്സിലായി മരണം തൻ്റെ കൺമുൻപിൽ വന്നു നിൽക്കുന്നു എന്ന്. നിങ്ങൾ ഓർക്കണം, ഈ കർത്തൃദാസൻ കിടന്ന ഗുഹ അതൊരു സാധാരണ ഗുഹയല്ല. അടിയിൽ ചെളിക്കുണ്ട് നിറഞ്ഞ ഒരു പ്രത്യേക പീഡനമുറി എന്ന് പറയാം. അതിൻ്റെ ഭിത്തിയിൽ ഏതാണ്ട് പകുതിയോളം പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഒരു കരിങ്കൽ കഷണമുണ്ട്. അതിൽ കയറിയിരുന്നാൽ മുകളിലൂടെ കൈ കടക്കാവുന്ന ഒരു ദ്വാരമുണ്ട്. ആ ദ്വാരത്തിലൂടെയാണ് കുറ്റവാളികൾക്ക് ഗവൺമെൻറ് അപ്പമിട്ട് കൊടുക്കുന്നത്. ഈ കല്ലിൽ കയറിയിരുന്ന് അതിലൂടെ അരിച്ചിറങ്ങുന്ന പ്രകാശധാരയ്ക്ക് അഭിമുഖമായി തുകൽച്ചുരുൾ നിരത്തിവെച്ചാണ് തങ്ങളുടെ ഇംഗിതങ്ങളോ ബന്ധുക്കൾക്കുള്ള കത്തുകളോ എഴുതി കൊടുക്കാറുള്ളത്. അദ്ദേഹത്തിന് മനസ്സിലായി താൻ മരണത്തോടടുക്കുകയാണെന്ന്. ഈ പ്രത്യേക സമയം ഒരു പരാജിതനെ പോലെ തല താഴ്ത്തിയല്ല, ഒരു ജയാളിയെപ്പോലെ തല ഉയർത്തി പിടിച്ചുകൊണ്ട് അഭിഷേകത്തിൻ്റെ അധികാരത്തോടെ ഈ ഉന്തി നിൽക്കുന്ന കല്ലിലേക്ക് കയറിയിരുന്ന് മുകളിലൂടെ അരിച്ചിറങ്ങുന്ന പ്രകാശധാരയ്ക്ക് അഭിമുഖമായി തൻ്റെ തകൽച്ചുരുൾ നിരത്തിവെച്ചുകൊണ്ട് ആത്മാവിൽ കുറിക്കുകയാണ്: ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ച ഏവർക്കും കൂടെ. മകനെ തിമത്തിയോസേ, ശീതകാലത്തിന് മുൻപേ വരുവാൻ ഉത്സാഹിക്ക. നീ പോരുമ്പോൾ പുതപ്പും പുസ്തകങ്ങളും ആ ചർമ്മലിഖിതങ്ങളും കൂടെ കൊണ്ടുപോരുക. കുഞ്ഞെ, അസ്ഥി കൊച്ചുന്ന കൊടും ശൈത്യം, യൂറോപ്പിൽ പെയ്തിറങ്ങുന്ന വിറയ്ക്കുന്ന തണുപ്പ് അടുത്തു വരികയാണ്. ഈ വൃദ്ധന് പിടിച്ചു നിൽക്കാൻ ഉള്ള ബലമില്ല കുഞ്ഞെ. എത്രയും വേഗം പുതയ്ക്കാൻ ഉള്ള പുതപ്പിഞ്ഞ് കൊണ്ടത്തരണേ എന്നാണ് ഈ വൃദ്ധൻ ആവശ്യപ്പെടുന്നത്. ഞാൻ എന്നാൽ ഇന്ന് രാത്രി നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ദൈവദാസന് ആ പുതപ്പ് പുതയ്ക്കാൻ ഭാഗ്യം കിട്ടിയോ? നിങ്ങൾ ഓർക്കണം, ആ പുതപ്പ് കൊണ്ടുവന്നൊന്ന് പുതയ്ക്കാൻ ഉള്ള ഭാഗ്യം അദ്ദേഹത്തിന് കിട്ടിയില്ല. ഓർക്കുക, നീ ഒഴുക്കുന്ന കണ്ണുനീരിനാണ് നീ കുടിച്ച വീഞ്ഞിനേക്കാൾ നിത്യതയിൽ പ്രതിഫലം വെളിപ്പെടുന്നത്. ഒരിക്കൽ കൂടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ ചൂണ്ടി ഞാൻ ആത്മനിയോഗത്തോടെ ആലോചന വിളിച്ചു പറയാം. ഇസഹാക്കിൻ്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചത് സത്യമാണെങ്കിൽ, എസ്തേറിൻ്റെ അനാഥത്വത്തിൻ്റെ പുറകിൽ ഒരു കരം ഉയർന്നത് സത്യമാണെങ്കിൽ, ഇന്ന് രാത്രി ഓർക്കുക, നീ അനുഭവിക്കുന്ന ശോധനയുടെ പുറകിൽ നീ അറിയാത്ത ഒരു കരം നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. ഇന്നത് തിന്മയാണെന്ന് തോന്നിയാലും ഒടുവിലത്തെ അധ്യായം വരുമ്പോൾ അത് നന്മയാക്കി മാറ്റത്തക്ക വിധം ആ കരം നിനക്ക് വേണ്ടി ആത്മാവിൽ ഉയർന്നു നിൽക്കുന്നത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തിപ്പറ: അനുഭവിക്കുന്ന കഷ്ടതയുടെ പുറകിൽ ഞാൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ കരം എനിക്ക് വേണ്ടി ഉയർന്നു നിൽക്കുകയാണ്. നിന്റെ വാഗ്ദത്തത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ താലന്തുകൾക്കെതിരെ, നിന്റെ അഭിഷേകത്തിനെതിരെ, നിന്റെ വാഗ്ദത്തത്തിനെതിരെ, നിന്റെ ദാമ്പത്യത്തിനെതിരെ സാത്താന്യ ശക്തികൾ ഇന്ന് രാത്രി സടകുടഞ്ഞെഴുന്നേറ്റാൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്ക് മുൻപിൽ ആത്മാവിൽ പറയണം: എൻ്റെ അപ്പച്ചൻ അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല. ഇന്നെനിക്ക് അനുഭവിക്കേണ്ടി വരുന്ന പരിശോധനകൾ ഒടുവിൽ നന്മയ്ക്കാക്കി മാറ്റാൻ ഞാൻ സേവിക്കുന്ന ദൈവം ശക്തനാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ കത്ത് തിമത്തിയോസിന്റെ കയ്യിൽ കിട്ടിയപ്പോഴേക്കും സമയം വളരെ വൈകി.
മുള്ളും മുരടും മലയും ഒക്കെ ചവിട്ടി കർപ്പോസ് എന്ന കർത്തൃദാസന്റെ വീട്ടിൽ നിന്ന്, ആ ദൈവഭൃത്യന് അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുൻപ് പാർത്ത വീട്ടിൽ നിന്ന് ഈ പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും കെട്ടിയ ഒരു കെട്ടാക്കി അവിടുന്ന് ദിവസങ്ങൾ നടന്ന് റോമിലെത്തി. ചരിത്രം പറയുന്നത് തിരക്കി. പൗലോസിനെ അറിയുമോ? ദീർഘമായ നെറ്റിത്തടവും ഉയർന്ന നാസികയും തമ്മിൽ യോജിച്ചതുപോലുള്ള പുരികക്കൊടികളും അടിയേറ്റ് പീഡനം സഹിച്ച് അതിൻ്റെ മുറിപ്പാടുകളുള്ള ശരീരവും, അങ്ങനെ ബലഹീനത ബാധിച്ച ഒരു വൃദ്ധൻ എന്ന് ചില വിശദീകരണങ്ങളിൽ കാണുന്നുണ്ടെങ്കിലും തിരക്കി അദ്ദേഹത്തെ അറിയുമോ? ഒരു സഹപ്രവർത്തകനെ കണ്ടു, സഹ തടവുകാരനെ കണ്ടു. അപ്പോൾ സഹ തടവുകാരൻ തിമത്തിയോസിനോട് ചോദിച്ചു, നിന്റെ പേരാണോ തിമത്തിയോസ്? അതെ, എൻ്റെ പേരാ തിമത്തിയോസ്. നിന്റെ പിതാവായിരുന്നോ പൗലോസ്? എൻ്റെ സ്പിരിച്വൽ ഫാദർ ആയിരുന്നു പൗലോസ്. നിന്നെ ഓർത്ത് ഞങ്ങളുടെ അടുത്ത ഗുഹാമുറിയിൽ ജയിലിൽ എന്നും കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. എൻ്റെ മകൻ തിമത്തിയോസ് വരും, വരാതിരിക്കില്ല. എൻ്റെ മകൻ തിമത്തിയോസ് വരും, വരാതിരിക്കില്ല എന്ന ദൈവദാസൻ നിരന്തരം പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. എന്നാൽ ഒരു ദുഃഖ സത്യം ഇന്ന് നിങ്ങൾ അറിയണം. നിന്റെ പിതാവിൻ്റെ ശിരച്ഛേദം ഇന്നലെ വൈകിട്ട് റോമൻ ഗവൺമെൻറ് ഓസ്റ്റിയയ്ക്ക് തിരിയുന്ന രാജപാതയിൽ വെച്ച് പരസ്യമായി നടത്തി കഴിഞ്ഞു. കയ്യിലെ കെട്ട് തെറിച്ചു. രണ്ട് മുട്ടും നിലത്ത് കുത്തി നിന്ന് രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, എൻ്റെ പിതാവേ പൗലോസേ, ഞാൻ ഇനിയും അങ്ങയെ എന്നൊന്ന് കാണും എന്ന് പറഞ്ഞ് തിമത്തിയോസ് അലറിക്കരഞ്ഞതായിട്ടാണ് ചരിത്രം. വന്നയാളിൻ്റെ വിശദീകരണത്തിൽ കുല നടന്ന രംഗം ഇങ്ങനെ വിശേഷിപ്പിക്കുന്നു. ആ കുല ദിവസം 10ഓളം പടയാളികൾ കുഴിയുടെ കരയ്ക്കെത്തി. എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത പിരമിഡിൻ്റെ ചുവട്ടിലെ ചന്ത നടക്കുകയാണ്. പരസ്യമായി മതപരിവർത്തനം തടയാൻ ജനക്കൂട്ടത്തെ ഭയപ്പെടുത്തുകയാണ് പരിപാടി. ഇതാ 10 പടയാളികൾ അവിടെ വന്ന് കുഴിക്കകത്ത് നിന്നൊരു കയറിൻ്റെ സഹായത്തോടെ ഈ ദൈവദാസനെ കരയ്ക്ക് കയറ്റി. നടുക്ക് ഈ ദൈവദാസനെ ചങ്ങലക്കിട്ടു. 2 വശത്തും, ഒരു വശത്ത് 5 പടയാളികൾ നിരന്നു, മറ്റേ വശത്ത് 5 പടയാളികൾ നിരന്നു. ഇതിന് നടുവിൽ ഈ വൃദ്ധനായ ദൈവദാസൻ ബന്ധിക്കപ്പെട്ട് നിൽക്കുകയാണ്. നിങ്ങൾ കാണണം. സ്തോത്രം. എന്നിട്ട് അവിടെ നിന്ന് 2.5 മൈൽ അപ്പുറമുള്ള ഓസ്റ്റിയയ്ക്ക് തിരിയുന്ന രാജപാതയിലേക്ക് ഈ സംഘം നടക്കുകയാണ്. നേരെ അവർ പിരമിഡിൻ്റെ ഭാഗത്തെ ചന്തയിൽ കയറി. ചന്തയിൽ കയറിയപ്പോഴേക്കും ആയിരക്കണക്കിന് ചന്തക്കാർ അദ്ദേഹത്തിൻ്റെ പുറകിൽ നിരന്നു. ഒരു വലിയ രാഷ്ട്രീയ ഘോഷയാത്ര പോകുന്നത് പോലെ ഏറ്റവും മുൻപിൽ നടുവിൽ പൗലോസ് ചങ്ങലക്കിടപ്പെട്ടിരിക്കുന്നു. ഒരു വശത്ത് 5 പടയാളികൾ, മറുവശത്ത് 5 പടയാളികൾ. പുറകിൽ മുഴുവൻ റോമൻ ദേവീ ദേവന്മാരെ ആഘോഷപൂർവ്വം സ്തുതിച്ചുകൊണ്ടും കൊന്നുകളക കൊന്നുകളക എന്ന് പറഞ്ഞ് വൃക്ഷത്തലപ്പ് മുകളിലോട്ട് വലിച്ചെറിഞ്ഞ് മണ്ണുവാരി മുകളിലേക്ക് എറിഞ്ഞ് ഒരു വലിയ ജനക്കൂട്ടം ഇരമ്പിപ്പോകുകയാണ്. നിങ്ങളിത് രാത്രി കാണുക. അതിൻ്റെ ഏറ്റവും മുൻപിൽ തല കുനിച്ചവനായിട്ടല്ല, ഞാൻ ആത്മാവിൽ കാണുന്നു, തല ഉയർത്തിപ്പിടിച്ച് ഒരു ജയാളിയുടെ ബലത്തോടെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ എന്ന് എഴുതിയ ദൈവദാസൻ അങ്ങോട്ട് ചേരാൻ ഉള്ള കൊതിയോടെ, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് വിളിച്ച് ചോദിച്ചവൻ, വിഷമുള്ള എവിടെ എന്ന് ചോദിച്ച മരണത്തെ സധൈര്യം നേരിടാൻ ഉള്ള ചങ്കൂറ്റത്തോടെ, നിങ്ങളിൽ എല്ലാവരെക്കാളും അധികമായി ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് എഴുതിയ കർത്തൃദാസൻ ആത്മാവിൽ സംസാരിച്ചുകൊണ്ട് ദമസ്കോസിന്റെ പടിവാതിക്കൽ തേജസ്സിന്റെ പ്രഭയിൽ ഇറങ്ങി വന്ന് മുള്ളിന് നേരെ ഉദയ്ക്കുന്നത് നിനക്ക് നന്നല്ലെന്ന് അരുളി ചെയ്ത കർത്താവിനെ ചില മിനിറ്റുകൾക്കുള്ളിൽ ഇനി നേരിട്ട് കാണാൻ പോകുന്ന കാഴ്ച ആത്മാവിൽ കണ്ടുകൊണ്ട് ആ കർത്തൃദാസന്റെ പാദത്തിന് വേഗത കൂടി. ഓ, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ കാണണം. ദൈവത്തിൻ്റെ ദൂത സഞ്ചയങ്ങൾ കാവൽ നിന്ന് ആ യാത്ര അതിവേഗം മുൻപോട്ട് നീങ്ങുകയാണ്. ഇതാ കുലനിലത്തെത്തിക്കഴിഞ്ഞു. മുട്ടുകുത്താൻ ആരാച്ചാർ കൽപ്പിച്ചു. മുട്ടുകുത്തി
ഒരു കറുത്ത തുണി കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖം മൂടി. ആരാച്ചാരിൻ്റെ മിന്നിത്തിളങ്ങുന്ന പടവാൾ ഈ കർത്തൃദാസൻ്റെ 2.5 അടി പൊക്കമുള്ള കൽത്തൂണിലേക്ക് ചരിഞ്ഞ കഴുത്തിലൂടെ ഒന്ന് കയറി ഇറങ്ങി. സ്തോത്രം. പ്രവാചകനും ദർശകനും കാലം കണ്ട കരുത്തേറിയ കർത്തൃദാസനും 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട് വെളിപ്പാടുകളുടെ ആധിക്യം പ്രാപിച്ച ആ അഭിഷിക്തൻ അദ്ദേഹത്തിൻ്റെ ശിരസ് 3 തെറിച്ചുരുണ്ടു. ആ കബന്ധം, ആ ജഡം പുറകോട്ടു മലിച്ചു. ആ ദൈവഭൃത്യൻ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെയായി. ഇന്ന് രാത്രി ഞാൻ കേൾക്കുന്ന ദൈവമക്കളോട് ചോദിക്കുന്നു, എന്ത് നേടി ഒരായുസ് കൊണ്ട്? എന്ത് നേടി ഒരായുസ് കൊണ്ട്? ആവർത്തിക്കുന്നു ചോദ്യം, എന്ത് നേടി ഒരായുസ് കൊണ്ട്? വെട്ടിപ്പിടിച്ച സഭകളെയെല്ലാം തട്ടിക്കൂട്ടി ഒരു സംഘടന ഉണ്ടാക്കി അതിൻ്റെ പ്രസിഡൻ്റായില്ല. സ്തോത്രം. താൻ ഒന്നും നേടിയില്ലെങ്കിലും, പുതയ്ക്കാൻ ഒരു പുതപ്പ് പോലും വഹിക്കാൻ കിട്ടിയില്ലെങ്കിലും ദൈവകൃപ നഷ്ടപ്പെടുത്താതെ രക്തത്താൽ ജയം നിത്യ വീട്ടിലെത്തി. ഈ ദൂതിന്ന് രാത്രി ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നും നേടിയില്ലെങ്കിലും പ്രാപിച്ച ദൈവകൃപ നഷ്ടമാക്കാതെ നിത്യതയിലെത്താൻ ഭാഗ്യം കിട്ടിയാൽ അതാണ് ജീവിതത്തിൻ്റെ പദവി എന്ന് തിരിച്ചറിയുന്ന ഒരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിന് ആത്മാവിൽ പറയണം, എനിക്ക് ഒറ്റ മോട്ടിവേഷനേ ഉള്ളൂ, എൻ്റെ കൃപ നഷ്ടപ്പെടുത്താതെ നിത്യതയിലെത്തണം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വാത്സല്യ സഹോദരി സഹോദര, ഓടിച്ചുകൊണ്ട് പോകുന്ന കാറ് കണ്ണൊന്നടഞ്ഞു പോയാൽ പാട്ട പോലെ പൊളിഞ്ഞ് നിന്റെ മൂക്കിൽ പഞ്ഞി വെച്ച് അടുത്ത മോർച്ചറിയിൽ കിടത്തുന്ന ഒരു പാട്ടവണ്ടി വാങ്ങിക്കാനുള്ള പദ്ധതി ഒരുക്കാനല്ല നീ സുവിശേഷ യോഗം വചനം കേൾക്കാൻ വന്നിരിക്കുന്നത്. നിയമം മാറിയാൽ ഭണ്ഡാരത്തിൽ ചേരുന്ന അടുത്ത ഒരു തുണ്ട് വസ്തു കൂടെ സ്വന്തമാക്കാനല്ല നീ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ രാത്രി ഓർക്കുക, മുട്ടുവേദന മാറാനും പല്ലുവേദന മാറാനുമല്ല ഞാൻ കർത്താവിനെ സേവിക്കുന്നത്. എൻ്റെ നിത്യത കൈവിട്ടു പോകാതിരിക്കാനാണെങ്കിൽ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പറയണം, നിത്യത. വാ തുറന്നൊന്ന് പറഞ്ഞാട്ടെ, കരങ്ങൾ ഉയർത്തി. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ആ കരങ്ങളൊന്ന് ഉയർത്തി, വാ തുറന്ന് ശബ്ദമുയർത്തി അടുത്തിരിക്കുന്ന ആളിൻ്റെ കാതിൽ മുഴങ്ങത്തക്ക വിധം പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, നിത്യത. ഒരിക്കൽ കൂടെ ശബ്ദമുയരട്ടെ, നിത്യത. ഞാൻ ഈ രാത്രി ഇവിടെ ഇരുന്ന് വചനം കേൾക്കുന്ന ദൈവമക്കളോട് ചോദിക്കട്ടെ, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം വഹിച്ചുകൊണ്ട് നാടിൻ്റെ നാനാ ദിക്കുകളിലേക്ക് പുറപ്പെട്ടു പോയ ശിഷ്യന്മാരിൽ യോഹന്നാൻ സ്നാപകൻ ഒഴികെ ആരും കട്ടിലേക്ക് കിടന്ന് ചത്തവരല്ല. നിങ്ങൾ ചരിത്രം പരിശോധിച്ചു നോക്കൂ. ഒരാളിനെ തലകീഴായി ക്രൂശിച്ചു കൊന്നു, മറ്റൊരാളിനെ കഴുത്തിൻ്റെ ഭാഗം വരഞ്ഞ് തൊലി താഴേക്ക് വലിച്ചു കീറിയതിന് ശേഷം ക്രൂശിച്ച് ദിവസങ്ങളോളം ഇട്ട് പീഡിപ്പിച്ചു കൊന്നു. മറ്റൊരാളിനെ മൃഗത്തോലിൽ കെട്ടിച്ചുട്ടു. ഇന്ത്യയിലെത്തിയ ക്രിസ്തു ഭക്തനെ കാളി ഭക്തന്മാർ കുന്തമെറിഞ്ഞു കൊന്നു. ഞാൻ ചോദിക്കുന്നു, ഇത്രയും ക്രൂരവും മൃഗീയവും മനുഷ്യത്വരഹിതവുമായി കൊല്ലുമ്പോൾ എന്തിന്? അടകല്ലിലേക്ക് തലകയറ്റി വെച്ച് കൂടം കൊണ്ട് തല തല്ലി പൊട്ടിക്കുമ്പോൾ, വായിലൂടെ വെള്ളമടിച്ച് കയറ്റി ഉദരം വീർപ്പിച്ച് മലർത്തിക്കിടത്തി കുതിരയെ കൊണ്ട് വയറ് ചവിട്ടി പൊട്ടിക്കുമ്പോൾ, സ്തോത്രം, ഉദരം പിളർന്ന് കുടൽമാല പുറത്തേക്കെടുത്ത് കുതിരയുടെ വാലിൽ കെട്ടി വഴി നീള വലിച്ചഴയ്ക്കുമ്പോൾ, തലകീഴായി തൂക്കിയിട്ട് തലയുടെ ഭാഗം മാത്രം വൃക്ഷക്കൊമ്പുകൾ കൂട്ടിയിട്ട് കത്തിച്ചു കൊല്ലുമ്പോൾ, അലറിയെടുക്കുന്ന ഘോര ജന്തുക്കൾക്ക് മുൻപിലും വെട്ടിത്തിളങ്ങുന്ന പടവാളുകൾക്ക് മുൻപിലും തിളയ്ക്കുന്ന എണ്ണപാത്രങ്ങൾക്ക് മുൻപിലും ചിരിയോടെ മരണത്തെ അഭിമുഖീകരിപ്പാൻ ഈ ഭക്തന്മാർ നിന്നതിൻ്റെ പുറകിൽ വ്യാപരിച്ച ശക്തിയേത്? ഈ രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ തിരിച്ചറിയണം, അവരുടെ ഉള്ളിൽ വ്യാപരിച്ചത് ഭൗതിക നന്മയല്ല, അവരുടെ ഉള്ളിൽ വ്യാപരിച്ച നിത്യതയുടെ ദർശനമാണ്. ഞാനൊരു കാര്യം കണ്ടു. ആ സമയം ഞാൻ ലിറ്ററലായി അവിടെ ഉണ്ടായിരുന്നു.
എൻ്റെ ചെവി കൊണ്ട് ഞാൻ കൃത്യമായി കേട്ടു എന്ന് നിങ്ങളിൽ ഒരാൾ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് സങ്കല്പമല്ല, യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണെങ്കിൽ 9200 അടി പൊക്കമുള്ള മഞ്ഞു പെയ്യുന്ന ഹർമോൻ പർവ്വതത്തിന് മുകളിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് മരിച്ചു മൺമറഞ്ഞ മോശയും ഉടലോടെ എടുക്കപ്പെട്ട ഏലിയാവും അക്ഷരാർത്ഥത്തിൽ വെളിപ്പെട്ട് യേശുവിനോട് സംസാരിക്കുന്നത് പത്രോസും യാക്കോബും യോഹന്നാനും നേരിൽ കണ്ടിട്ട് കുറിച്ചു വെച്ചു. പത്രോസ്, ഞങ്ങൾ അവൻ്റെ ശക്തിയും പ്രത്യക്ഷതയും അറിയിക്കുന്നത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായതുകൊണ്ടാണ്. എങ്കിൽ മഹിമ കണ്ട സാക്ഷിയാകണമെങ്കിൽ നിത്യതയുടെ ദർശനം പ്രാപിക്കണം. ഗ്ലോറി, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, പിതാക്കന്മാരൊക്കെ ഈ നിത്യതയുടെ ദർശനം വലുതായി കണ്ടിരുന്നു. സാധു സുന്ദരസിംഗിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരിക്കൽ അദ്ദേഹം ഹിമാലയ മേഖലയിൽ ധ്യാനാത്മകനായിരുന്നപ്പോൾ ശരീരത്തിനകത്തു നിന്ന് പുറത്തിറങ്ങി നിത്യതയിലേക്ക്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന വെളിപ്പാട് യോഹന്നാൻ ഉണ്ടായതുപോലെ ഒരു ദർശനമുണ്ടായി. ആ ദർശനത്തിൽ സ്വർഗം തൻ്റെ കൺമുൻപിൽ മലർക്ക തുറക്കപ്പെട്ടു എന്ന് തൻ്റെ അനുഭവക്കുറിപ്പിൽ താൻ എഴുതുകയാണ്. ഈ സമയം തൻ്റെ അടുക്കലേക്ക് ഒരാൾ അടുത്തു വരുന്നു. തേജസ്വിയാണ് അദ്ദേഹം. അദ്ദേഹം വന്ന പാടെ പരിചയപ്പെടുത്തുകയാണ്. സർ, എന്നെ അറിയുമോ? ഉടനെ അറിയത്തില്ലല്ലോ എന്ന് ഇദ്ദേഹം ആത്മമണ്ഡലത്തിൽ മറുപടി പറഞ്ഞപ്പോൾ, ഇത്ര ദിവസങ്ങൾക്ക് പുറകിൽ ഇന്ന കുഷ്ഠരോഗി ആശുപത്രി അങ്ങ് സന്ദർശിച്ചത് ഓർക്കുന്നു. അവിടെ പച്ച മറയ്ക്കകത്ത് വിരലും മൂക്കും ശരീരഭാഗങ്ങളും കുഷ്ഠം വന്ന് ഇരുന്നു പോയ മരണത്തോട് മല്ലടിക്കുന്ന ഒരാളിനോട് സുവിശേഷം പങ്കുവെച്ച് ഓർക്കുന്നു. ആ വ്യക്തിയാണ് സാർ ഞാൻ. ആ ഹോസ്പിറ്റലിൽ ഇന്ന ദിവസം ഇത്രാം തീയതി ഞാൻ മരിച്ചു കഴിഞ്ഞതോടെ ഞാൻ ഈ ലോകത്തിലേക്ക് പ്രവേശിച്ചു. എൻ്റെ മുറിഞ്ഞു പോയ മൂക്കും എൻ്റെ ഇരുന്നു പോയ വിരലും തേജസ്സിൽ തിരിച്ചു വന്ന സാർ. സ്തോത്രം. എന്തിന്? സുന്ദരസിംഗ് ആത്മജ്ഞാന ഉറക്കത്തിൽ നിന്ന് ഉണർന്നതിന് ശേഷം നേരെ ഈ ഹോസ്പിറ്റൽ സന്ദർശിച്ചു. അവിടുത്തെ രജിസ്റ്ററിൽ മരണം കുറിച്ചിരിക്കുന്ന ഡേറ്റ് എന്തിന്? ഇദ്ദേഹം ആത്മലോകത്തിൽ തന്നോട് പറഞ്ഞ അതേ ഡേറ്റ് തന്നെയായിരുന്നു. സ്വന്തം പുത്രനെ ആദരിക്കാതെ എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ? ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നിങ്ങൾ ജനിക്കുന്നതിന് മുൻപ് നിങ്ങൾ എവിടെ ജനിക്കണം? നിങ്ങളുടെ മാതാപിതാക്കൾ ആരായിരിക്കണം? നിങ്ങളുടെ വളർച്ചയുടെ ഘട്ടങ്ങൾ എങ്ങനെ തുടരണം? നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എവിടെ എത്തണം? നിന്റെ വരുമാന മാർഗം എന്താകണം എന്ന് നേരത്തെ അറിഞ്ഞതിന് ശേഷം ഈ ഭൂമിയിൽ നിന്നെ ജനിക്കാൻ അനുവദിച്ച ദൈവമാണ് നീ ആരാധിക്കുന്ന കർത്താവെങ്കിൽ ഇന്ന് രാത്രി നീ കടന്നു പോകുന്ന സകല ശോധനകളുടെ പുറകിൽ നീ അറിയാത്ത ഒരു കരം നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ടെന്ന് ആത്മാവിൽ ബോധ്യമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് ശബ്ദമുയർത്തി പറയണം. ആർക്കുമില്ലാത്തൊരു പദ്ധതി ഞാൻ സേവിക്കുന്ന ദൈവത്തിന് എന്നെ കുറിച്ചുണ്ട്. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെയാണ് ദൈവത്തിൻ്റെ അനാദി നിർണയത്തെക്കുറിച്ച് അറിയേണ്ടത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കാണോ?
ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കാണെന്ന് ഈ വേദപുസ്തകം പറയുന്നില്ല. ശ്രദ്ധിച്ച് കേൾക്കണേ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കാണ് എന്ന് ഈ വേദപുസ്തകം പറയുന്നില്ല. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് ഈ വചനം പറയുന്നു. അങ്ങനാണെങ്കിൽ ഇന്ന് നീ അനുഭവിക്കുന്ന തിന്മ തന്നെയാണ്. ക്യാൻസർ അതിൽ തന്നെ തിന്മയാണ്. ആക്സിഡന്റ് അതിൽ തന്നെ തിന്മയാണ്. മാരക രോഗങ്ങൾ അതിൽ തന്നെ തിന്മയാണ്. ഹൃദയാഘാതം അതിൽ തന്നെ തിന്മയാണ്. എന്നാൽ എന്തൊക്കെ തിന്മകൾ ഉണ്ടെങ്കിലും നീ ദൈവത്തെ സേവിക്കാൻ തയ്യാറായാൽ നിന്റെ തിന്മകളെ ചേർത്ത് വെച്ച് ഒടുവിലത്തെ അധ്യായത്തിൽ അത് നന്മയാക്കി മാറ്റുന്ന ഒരു കരം ഈ ജീവന്റെ പുറകിൽ ഉയർന്നു നിൽക്കുന്നു. അല്ല, മീൻകറി വെക്കാൻ അറിയാവുന്നവരൊക്കെ കൈയൊന്ന് ഉയർത്തിക്കേ. ആർക്കും അറിയത്തില്ലേ മീൻകറി വെക്കാൻ അറിയാവുന്നവരെ കൈയൊന്ന് ഉയർത്തിക്കേ. പുരുഷന്മാർക്ക് അറിയാം, ഗതികേടിൻ്റെ ഒറ്റത്തടിപ്പാലത്തെ കയറുമ്പോഴേ ചെയ്യൂന്നേ ഉള്ളൂ. സ്തോത്രം. മീൻകറിക്കകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്? മുളക് പൊടിയുണ്ട്. വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത ശൈലിയിലാണ് വെക്കുന്നതെങ്കിലും വെളുത്തുള്ളിയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. സ്തോത്രം ഇല്ലേ? ഇഞ്ചിയുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും മുളക് പൊടിയും അടിസ്ഥാനപരമായിട്ടുണ്ട്. കരിവേപ്പലയുണ്ട്, പുളിയുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇഞ്ചി അതിൽ തന്നെ വായിലിട്ട് ചവച്ചരച്ച് നുണഞ്ഞ് കഴിക്കാൻ പറ്റിയ രുചിയുള്ളതാണോ? വെളുത്തുള്ളി അതിൽ തന്നെ ചവച്ചരച്ച് കഴിക്കാൻ തക്ക രുചിയുള്ളതാണോ? അല്പം മുളക് പൊടി വായിലിട്ട് നുണയാൻ പറ്റുമോ? അത് അതിൽ തന്നെ രുചിയുള്ളതാണോ? അത് അതിൽ തന്നെ രുചിയുള്ളതല്ല, ഘ്രാണരസമുള്ളതാണ്, രൂക്ഷരസമുള്ളതാണ്. അത് അതിൽ തന്നെ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ പറഞ്ഞ പുളിയും കരിവേപ്പിലയും ഒക്കെ ചേർന്ന ഈ അതേ എല്ലാ മിശ്രിതവും ആ മീനോടുകൂടെ കൃത്യസമയത്ത് അടുപ്പിലിരുന്ന് ചാറിൽ കുറുകി തയ്യാറായി കഴിയുമ്പോൾ വായിൽ കപ്പലോടിക്കാം എന്ന് പറയുന്നത് പോലെ ഇത് പരിണമിക്കുന്നത് പോലെ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തിന്മകൾ എൻ്റെ ദൈവത്തിൻ്റെ പ്രോസസ്സിലൂടെ കയറിയിറങ്ങി കഴിയുമ്പോൾ ഇത് അനുഭവിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ട്. പരിശുദ്ധാത്മ നിയോഗത്തോടെ ഞാൻ പറയുന്നു, ഇത് നിന്റെ തിന്മയ്ക്കല്ല, ഇത് നിന്റെ നന്മയ്ക്കാക്കി മാറ്റുന്ന ഒരു കരമാണ് നീ സേവിക്കുന്ന ദൈവത്തിൻ്റെ കരമെങ്കിൽ വചനം വിശ്വസിക്കുന്ന ദൈവമക്കൾ പറയണം, ഞാൻ സേവിക്കുന്ന ദൈവം ഇന്ന് അനുഭവിക്കുന്ന തിന്മകളെ ഒടുവിലത്തെ അധ്യായത്തിൽ നന്മയാക്കി മാറ്റുന്ന ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ അനാദി നിർണയത്തെ സംബന്ധിച്ചാണ്. ദൈവത്തിൻ്റെ അനാദി നിർണയം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ അനാദി നിർണയം എന്ന് പറഞ്ഞാൽ ആദിക്ക് മുൻപ് ഒരാദിയുണ്ട്, അതാണ് അനാദി. ആഴിയില്ല, ഊഴിയില്ല, തരിയില്ല, താരങ്ങളില്ല, നക്ഷത്രങ്ങളില്ല, നെബുലകളില്ല, ഗാലക്സികളില്ല. ഇക്കാണുന്ന പ്രപഞ്ചം നിതാന്ത ശൂന്യമായി നിലകൊള്ളുമ്പോൾ തൃത്വം തന്നിൽ തന്നെ സമ്പൂർണതയിൽ വിരാജിച്ചരുളിയപ്പോൾ എൻ്റെ അപ്പനും വല്യപ്പനും അപ്പൂപ്പനും ഇല്ലാതിരുന്ന കാലത്ത് ഞാൻ എവിടെ ജനിക്കണമെന്നും ഞാൻ കർത്താവിനെ സേവിക്കണമെന്നും എൻ്റെ നിത്യത എവിടെ ആയിരിക്കണമെന്നും നേരത്തെ അറിഞ്ഞതിന് ശേഷം ഈ ഭൂമിയിൽ എന്നെ ജനിക്കാൻ അനുവദിച്ച ദൈവം എന്നെക്കുറിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്ന തിരശീലയ്ക്ക് പുറകിലൊരു പദ്ധതി ഉണ്ടെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് നേരെ ദൈവാത്മാവ് വിരൽ ചൂണ്ടിക്കൊണ്ട് ആത്മനിയോഗത്തോട് ആലോചന പറയുന്നു. ആ പദ്ധതിയെ തകർക്കാൻ ഒരു പൈശാചിക താവളങ്ങൾക്കും കഴിയുകയില്ല. പ്രാർത്ഥിക്കുന്ന നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി പറയണം, ഞാൻ ജനിക്കുന്നതിന് മുൻപേ എനിക്ക് വേണ്ടി പ്ലാൻ ചെയ്തു വെച്ച ദൈവത്തിൻ്റെ പദ്ധതി മാനുഷിക കാഴ്ചപ്പാടുകൾക്കപ്പുറമാണ്.
ഞാൻ ഈ രാത്രി ആത്മാവിൽ കാണുന്നു, സ്വർഗം ഈ ഹോളിന് മീതെ തുറന്നു നിൽക്കുകയാണ്. ദൂതന്മാർ ഇവിടെ കുനിഞ്ഞു നോക്കുന്ന രാത്രിയാണ് ഈ രാത്രി. ചില വ്യക്തികളുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് ഈ ദർശനം ഒന്ന് കൈമാറുന്ന രാത്രിയാണ്. നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ തല്ലി തകർക്കാൻ, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവാഭിഷേകത്തെ ഉടച്ചു കളയാൻ, നിന്നെ ജീവിതയാത്രയിൽ പുറകോട്ട് വലിക്കാൻ, നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് സ്തോത്ര കാഴ്ചയ്ക്ക് ഭംഗം വരുത്തി, കേൾവിക്ക് ഭംഗം വരുത്തി, ഈ വസ്തുത നിന്നിൽ ചിന്തിക്കാൻ അനുവദിക്കാതിരിക്കാൻ ചില വാദിക്കുന്ന ശക്തികൾ പുറകിൽ നിൽക്കുമ്പോൾ ഈ ദൂതിന്ന് രാത്രിയിൽ ഉരുക്കുണ്ട പോലെ ചില വ്യക്തികളുടെ ചങ്കിന് നേരെ ചാട്ടുളി കണക്കെ കയറി ചെല്ലുകയാണ്. നീ അനുഭവിക്കുന്ന ശോധനയ്ക്കകത്ത് എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി മറഞ്ഞിരിക്കുന്നു. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ തിരിച്ചറിയട്ടെ. അതുകൊണ്ട് ഈ രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അനുഭവിക്കുന്ന അനുഗ്രഹത്തിൻ്റെ റോസാപ്പൂക്കൾക്ക് വേണ്ടി മാത്രമല്ല, സഹിക്കുന്ന മുള്ളുകൾക്ക് വേണ്ടി കൂടെ ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്തിട്ട് വിളിച്ചു പറയണം, ഞാൻ സേവിക്കുന്ന ദൈവത്തിന് എന്നെക്കുറിച്ച് മഹത്തായൊരു പദ്ധതിയുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം. ജോസേഫെ, പൊട്ടക്കുഴിയും പൊത്തിപ്പേറിൻ്റെ വീടും ചെയ്യാത്ത കുറ്റത്തിൻ്റെ ദുരാരോപണങ്ങളും തുണിത്തുണ്ട് ഉയർത്തിപ്പീരതെ ദൈവ പൊത്തിപ്പേറിൻ്റെ ഭാര്യയുടെ അത് ആരോപണങ്ങളും നിനക്കെതിരെ ഉയർന്നാലും നീ ദൈവത്തെ സേവിക്കുന്നവനാണെങ്കിൽ ഒടുവിലത്തെ അധ്യായം വരുമ്പോൾ ആ പ്രതിസന്ധികളെ കൂട്ടി 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 വെച്ച് സിംഹാസനത്തിലേക്ക് ഒരു ചവിട്ടുപടി ഒരുക്കാൻ നീ സേവിക്കുന്ന ദൈവം ശക്തനാണ്. ഇന്ന് നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തിന്മകളെ ഒടുവിലത്തെ അധ്യായത്തിൽ എൻ്റെ ദൈവം നന്മയാക്കി മാറ്റാൻ പോകുന്നു. ഗ്ലോറി, ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ഉയരുന്നതൊരു കൺവെൻഷൻ പ്രസംഗം മാത്രമല്ല, ചില വ്യക്തികളുള്ള ദൈവത്തിൻ്റെ ആലോചന വെളിപ്പെടുകയാണ്. ഇസഹാക്കിൻ്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചത് സത്യമാണെങ്കിൽ, എസ്തേറിൻ്റെ അനാഥത്വത്തിൻ്റെ പുറകിൽ ഒരു കരം ഉയർന്നത് സത്യമാണെങ്കിൽ, രൂത്തിൻ്റെ ശോധനയ്ക്ക് പുറകിൽ ഒരു കരം ഉയർന്നു നിന്നത് സത്യമാണെങ്കിൽ, നവോമിയുടെ കയ്പിൻ്റെ പുറകിൽ ഒരു കരം ഉയർന്നത് സത്യമാണെങ്കിൽ, ഇയ്യോബിൻ്റെ ശോധനയ്ക്ക് പുറകിൽ ഒരു കരം ഉയർന്നത് സത്യമാണെങ്കിൽ, യേശുവിൻ്റെ ക്രൂശിൻ്റെ പുറകിൽ ഒരു കരം ഉയർന്നത് സത്യമാണെങ്കിൽ, അഭിഷിക്തനായ ദൈവദാസ, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവ പൈതലേ, ഇന്ന് നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശോധനയ്ക്ക് പുറകിൽ നീ അറിയാത്ത ഒരു കരം നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കോവളത്തിന് പരിസരത്തുള്ള ഒരു വീടിൻ്റെ മുറിക്കകത്തിരുന്നു കൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇവിടെ നിന്ന് ഡൽഹി വരെ ഒരു റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ, ആ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാശ് അടച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അത് ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ മുതൽ ഡൽഹി വരെ ആ ട്രെയിനിലെ ആ സീറ്റ് നിങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റിയിട്ടിരിക്കുന്നതായിരിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ നിങ്ങൾ ജനിക്കുന്നതിന് മുൻപ് എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ ബുക്കിംഗ് പദ്ധതിയെ ആത്മാവിൽ കണ്ടിട്ട് വിളിച്ചു പറയണം, ഈ സാധുവായ എന്നെ നിത്യതയുടെ പങ്കത്തെരുവീതിയിൽ തൻ്റെ പുത്രൻ്റെ തത്തുല്യ പ്രഭ അണിയിച്ചെത്തിക്കാൻ എൻ്റെ ദൈവം ചെയ്ത മഹാപദ്ധതി ആത്മാവിൽ തിരിച്ചറിഞ്ഞ് ഈ രാത്രി ഞാൻ നൃത്തം ചെയ്ത് എൻ്റെ ദൈവത്തെ ആരാധിക്കുകയാണ്. ഗ്ലോറി, 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 ഗ്ലോറി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇനിയും ഇവിടെ ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉയരാം. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് വിധി ആണോ? ഭാരതീയ ശാസ്ത്രത്തിൽ, മതചിന്തയിൽ വിധി എന്ന ഒരു വിഷയമുണ്ട്. അതുകൊണ്ടാണ് ജാതകം പ്രസക്തമാകുന്നത്. എന്നാൽ നിങ്ങൾക്കറിയാമോ, 31,173 വാക്യങ്ങളുള്ള ഈ വിശുദ്ധ ബൈബിളിൽ ജാതകവിധി എന്നത് ഇല്ല. അതിന് ബൈബിൾ അനുവദിക്കുന്നില്ല. അങ്ങനെയൊന്ന് അനുവദിക്കപ്പെട്ടാൽ വെളിപ്പാട് പുസ്തകത്തിലെ അന്ത്യന്യായവിധി 100% തെറ്റായിരിക്കും. തെളിയിക്കാം, ശ്രദ്ധിച്ച് കേൾക്കണം. അതുകൊണ്ടാണ് ആശയപരമായി മനസ്സിലാക്കണം, ഇത് ഉള്ളിലോട്ടൊന്ന് കയറണം. എന്തുകൊണ്ട് ജാതകവിധി ഉണ്ടെങ്കിൽ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലെ അന്ത്യവിധി ഉണ്ടായിരിക്കില്ല എന്ന് പറയാൻ കാരണം, അന്ത്യന്യായവിധി നടക്കുന്ന രംഗം എൻ്റെ പ്രിയപ്പെട്ട ഭാവനയിൽ കാണുക. ദൈവത്തിന് ഓമനപുത്രൻ മഹാദൈവത്തിൻ്റെ പ്രഭയോടെ സിംഹാസനാരൂഢനായിരിക്കുന്നു. അനുശാസനം അനുസരിക്കാതെ മരണം വരിച്ച മർത്യരാശി മുഴുവൻ
ആ സിംഹാസനത്തിന് മുൻപിലേക്ക് വന്നു നിൽക്കുന്നു. അവസാനം അഗ്നിപ്പൊയ്യയിലേക്ക് ആത്മാക്കൾ വലിച്ചെറിയപ്പെടുന്നു. അപ്പോൾ നിങ്ങൾക്ക് പരിചിതമായൊരു കഥാപാത്രത്തെ ഞാൻ നിങ്ങളെ മുൻപോട്ട് കൊണ്ടുവരാം. ഫൂലാൻ ദേവി അറിയാമല്ലോ, ചമ്പൽക്കാടിനെ വിറപ്പിച്ച കൊള്ളറാണി. അവൾ ന്യായവിധി കഴിഞ്ഞ് തീപ്പൊയ്യയിലേക്ക് പോകാൻ തുടങ്ങുകയാണ് എന്ന് വയ്ക്കുക. ആ സമയം അവൾ പോകുന്നതിന് മുൻപ് തിരിഞ്ഞു നിന്ന് മഹാദൈവത്തോടൊരു ചോദ്യം ചോദിക്കുന്നു. എന്നിരിക്കട്ടെ, പൊക്കോളാം. ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കാൻ മാത്രം അങ്ങയോട് ഞാൻ പറയുന്നു. ദൈവത്തോട് പറയുകയാണെന്നിരിക്കട്ടെ, ഞാൻ എൻ്റെ അമ്മയ്ക്ക് അപ്പന് ജന്മം കൊള്ളുന്നതിന് മുൻപ് ഏത് കുടുംബത്തിൽ ഞാൻ ജനിക്കണമെന്ന് പ്ലാൻ ചെയ്യുകയും ഒടുവിൽ ചെറുപ്രായത്തിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ടിട്ട് ചോരയ്ക്ക് ചോര കൊണ്ട് കണക്ക് തീർക്കാൻ ചമ്പൽക്കാടിനെ വിറപ്പിക്കുന്ന കൊള്ളറാണിയാകാൻ കയ്യിൽ ആയുധമെടുക്കുകയും ചോര ചൊരിഞ്ഞ് കഴിഞ്ഞ് സമാധാനമായി ജീവിക്കാൻ മന്ത്രിസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് ഒരു വാഹനത്തിൽ കയറാൻ തുടങ്ങുമ്പോൾ അക്രമിയുടെ വെടിയേറ്റ് രക്തത്തിൽ കുളിച്ചു മരിക്കണമെന്ന് എൻ്റെ തലയിൽ വരച്ചു വെച്ചതിന് ശേഷം ഈ ഭൂമിയിൽ എന്നെ ജനിക്കാൻ അനുവദിച്ച നീയാണ് എൻ്റെ ഈ അഗ്നിപ്പൊയ്യയുടെ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വായടയും. ഇവിടെയാണ് ഒറ്റിക്കൊടുക്കാൻ യൂദയെ പ്ലാൻ ചെയ്തിരുന്നോ എന്ന ചോദ്യത്തിന് ഉത്തരം. യൂദ ഒറ്റിക്കൊടുക്കാൻ ദൈവത്താൽ പ്ലാൻ ചെയ്യപ്പെട്ടിരുന്നോ? സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ അനാദി നിർണയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെ പിടിച്ചു കെട്ടിക്കൊണ്ട് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന തിന്മയെന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ സർവജ്ഞാനമെന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ കുറെ കൂടെ വിശദീകരിക്കാം. ഞാനിവിടെ ഈ വചനവുമായി നിൽക്കുന്നു. ഇപ്പോൾ സമയം 9 മണി. 9:15 9:20 9:30 ഈ യോഗം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കണം. 9:30 തൊട്ട് മുൻപ് ഈ യോഗം അവസാനിപ്പിക്കുക എന്നത് എനിക്ക് കിട്ടിയിരിക്കുന്ന സ്വാതന്ത്ര്യമാണ്. എന്നാൽ 9:20 25 വരെ പ്രസംഗിക്കാനും അല്ല, ഈ 9 മണിക്ക് ഇത് നിർത്താനും ഉള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഞാൻ 9-ന് നിർത്താൻ തയ്യാറായാൽ, അല്ല, ഞാൻ 9:20 വരെ കൊണ്ടുപോയാൽ, ഞാൻ 9:20 വരെ കൊണ്ടുപോകുമോ, ഞാൻ 9 മണിക്ക് നിർത്തുമോ എന്ന കാര്യം എൻ്റെ ദൈവം തൻ്റെ സർവജ്ഞാനത്തിൽ അറിയുന്നു. അങ്ങനെയാണെങ്കിൽ യൂദ ഒറ്റിക്കൊടുക്കാൻ ദൈവം പ്ലാൻ ചെയ്തതല്ല, ഒറ്റിക്കൊടുക്കും എന്ന് ദൈവം തൻ്റെ സർവജ്ഞാനത്തിൽ അറിയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ രാത്രി നിത്യതയ്ക്കായി ഇവിടെ എത്ര പേർ വേർതിരിക്കപ്പെടുമെന്ന് നീ ജനിക്കുന്നതിന് മുൻപേ അറിഞ്ഞ ദൈവമാണ് നീ സേവിക്കുന്ന ദൈവമെങ്കിൽ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം, ഞാൻ അനുഭവിക്കുന്ന നന്മയും തിന്മയും എൻ്റെ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ അവൻ അറിയുന്നു. പ്രാർത്ഥിക്കുന്ന നീ ആത്മാവിൽ ഇവിടെ ഇരുന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ വാഗ്ദത്തത്തിനെതിരെ ഉയർന്നു നിൽക്കുന്ന ശക്തികൾ എത്ര പ്രബലമാണെങ്കിലും, നീ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ, നീ ഇന്ന് അനുഭവിക്കുന്ന ചില തിന്മകളുടെ പുറകിൽ എൻ്റെ ദൈവത്തിൻ്റെ കരം ഉയർന്നിട്ട് അത് നിനക്ക് നന്മയ്ക്കാക്കി മാറ്റാൻ ആ കരം ഉയരുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. സാധാരണഗതിയിൽ ഒരു ഭർത്താവിൻ്റെ നിര്യാണം ഒരു സഹോദരി ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയാത്തതാണ്. ശവമടക്ക് നടത്തുന്ന സാധാരണ സ്ഥിതിയിൽ ശവമടക്കിൽ പലപ്പോഴും പ്രായമുള്ളവരുടെ ശവമടക്ക് നടത്തുമ്പോൾ ഭാരമുണ്ടാകാറില്ലെങ്കിലും യൗവനക്കാരുടെ ഡെഡ് ബോഡി കല്ലറയ്ക്കൽ വന്ന് ക്രൈസ്തവ ആചാരപ്രകാരം ഒരു പ്രത്യേക കാര്യം ഞങ്ങൾ പറയാറുണ്ട്. ഒടുവിലത്തെ രംഗം മുഖം മൂടുക എന്നൊരു പ്രക്രിയയാണ്. ഈ മുഖം മൂടുന്ന സമയത്ത് മണ്ണിട്ട് പരിശുദ്ധ തൃത്വം ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു രംഗമുണ്ട്. ചുമതലകൾ പലതുള്ളത് കൊണ്ട് മിക്കവാറും അങ്ങനെയുള്ള രംഗങ്ങൾ നിർവഹിക്കേണ്ടി വരും. പലപ്പോഴും കരച്ചിലുണ്ടാകാറില്ലെങ്കിലും ചില പ്രത്യേക സമയത്ത് ചങ്ക് പൊട്ടി കരഞ്ഞു പോകും. കാര്യമെന്നറിയാമോ, ഈ മുഖം മൂടുന്ന ഈ ഡെഡ് ബോഡി ഒരു യൗവനക്കാരൻ്റേതാണെങ്കിൽ അവൻ്റെ വിധവയായ യൗവനക്കാരിയായ ഭാര്യ അലമുറയിട്ട് കരഞ്ഞിട്ട് പിഞ്ച് കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് നിലവിളിക്കുന്നൊരു സമയമുണ്ട്, ഈ മുഖം മൂടുന്ന സമയം. ആ സമയത്ത് മനസ്സുകൊണ്ട് വല്ലാതെ തകർന്നു പോകാറുണ്ട്. ആ സമയം പലപ്പോഴും പല അമ്മമാരും ആൺകുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച്
കരയുന്നത് കണ്ടിട്ടുണ്ട്. എന്താ പെൺകുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് കരയാതെ ഈ ആൺകുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് കരയുന്നത്? അതിനകത്തൊരു മനഃശാസ്ത്രമുണ്ട്. ഇത്രയേ ഉള്ളൂ, മോനെ എൻ്റെ ഭർത്താവ് പോയി, ഞാൻ വിധവയാണ്, എന്നാൽ ഞാൻ അനാഥയല്ല, എന്നെ നോക്കാൻ എൻ്റെ മരണം വരെ നീ എനിക്കുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ ഞാൻ ചോദിക്കട്ടെ, അനാഥത്വം ഒരു സ്ത്രീ സഹിക്കും, വൈധവ്യം ഒരു സ്ത്രീ സഹിക്കും, എന്നാൽ അനാഥത്വം അവൾ എങ്ങനെ സഹിക്കും? സ്തോത്രം. അങ്ങനെ ഇരിക്കെ ഭർത്താവിൻ്റെ ഡെഡ് ബോഡി കുഴിയിലേക്ക് എടുത്തു. അധികം താമസിക്കാതെ 2 ആൺകുഞ്ഞുങ്ങളുടെ ഡെഡ് ബോഡി കൂടെ നവോമിയുടെ മുൻപിൽ നിന്ന് കുഴിയിലേക്ക് എടുത്തപ്പോൾ അവൾ അലറിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ മാറാ എന്ന് വിളിപ്പീൻ. ഇന്ന് രാത്രി പറയട്ടെ, 3 ഡെഡ് ബോഡി ഒരു വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ നാട്ടുകാർ പറയും ഇത് കഴിഞ്ഞു, ഇനി ഈ കുടുംബം രക്ഷപ്പെടത്തില്ല. എന്നാൽ 3 ഡെഡ് ബോഡി പുറത്തു പോയ വീട് ദൈവത്തെ സേവിക്കാൻ തയ്യാറായപ്പോൾ അവിടെ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ വല്യമ്മച്ചി പദം അലങ്കരിക്കത്തക്ക വിധം ദാവീദിൻ്റെ വല്യമ്മച്ചിയാക്കി രൂത്തിനെ മാറ്റാൻ ദൈവത്തിൻ്റെ കരം ചലിച്ചെങ്കിൽ ഇന്ന് രാത്രി ആത്മനിയോഗത്തോടെ ആലോചന വിളിച്ചു പറയുന്നു, ഒരിക്കലും തലപൊക്കില്ലെന്ന്. നിന്നെക്കുറിച്ച് നാട്ടുകാർ മുഴുവൻ വിധി എഴുതിയാലും നീ കർത്താവിനെ സേവിക്കുന്ന ദൈവപൈതലാണെങ്കിൽ ഒടുവിലത്തെ അധ്യായത്തിൽ നിന്റെ കുടുംബത്തിൻ്റെ ഇന്നത്തെ ശോധന നന്മയ്ക്കാക്കി മാറ്റാൻ കഴിവുള്ള ദൈവമാണ് നാം സേവിക്കുന്ന ദൈവമെന്ന് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പറയണം, എൻ്റെ ജീവൻ്റെ പുറകിൽ ഒരു കരം ചലിക്കുന്നു. അത് തിന്മയ്ക്കുള്ള കരമല്ല, അത് ഒടുവിൽ നന്മയ്ക്കുള്ള കരമാണ്. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഞാൻ ഈ രാത്രി ഇവിടെ നിന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ചോദിക്കട്ടെ, വിശ്വസ്തയോടെ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിത്തിരിച്ച ഭക്തന്മാരുടെ ജീവിത ചരിത്രം നിങ്ങളൊന്ന് പരിശോധിക്കൂ. അവരൊക്കെ കണ്ണുനീരോടെ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കറിയാമോ, നാം ഒഴുക്കിയ കണ്ണുനീരിനാണ് നാം കുടിച്ച വീഞ്ഞിനേക്കാൾ നിത്യതയിൽ പ്രതിഫലം. ഒന്ന് കരമുയർത്തി കർത്താവിന് മഹത്വം അർപ്പിച്ചേ. ഈ ദൂത് ഇന്ന് രാത്രി കേൾക്കുന്ന ചില വ്യക്തികളോട് ദൈവാത്മാവ് പറയുന്നു, സ്തോത്രം, അനുഭവിക്കുന്ന അനുഗ്രഹത്തിൻ്റെ റോസാപ്പൂക്കൾക്ക് വേണ്ടി മാത്രമല്ല, സഹിക്കുന്ന മുള്ളുകൾക്ക് വേണ്ടി കൂടെ ഈ രാത്രി ഇന്ന് സ്തോത്രം ചെയ്തിട്ട് വിളിച്ചു പറയണം, എൻ്റെ മുള്ളുകളുടെ പുറകിൽ ഞാൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ കരം ഉയർന്നു നിൽക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ രക്തത്താൽ ജയം. ഞാൻ ഈ പ്രാർത്ഥനയിൽ ഈ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്തൊരു വലിയ ആത്മീയ പോരാട്ടം നടക്കാൻ തുടങ്ങുകയാണ്. ചില വ്യക്തികൾ തലച്ചോറിനെ ബന്ധിച്ച് ആത്മഹത്യക്ക് പോലും കൊതിക്കത്തക്ക വിധത്തിൽ മനസ്സിൻ്റെ സമനില തെറ്റിച്ച് തകർക്കാൻ വാദിക്കുന്ന ചില പൈശാചിക താവളങ്ങൾ ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ അഴിച്ചു മാറ്റേണ്ടതിന് എൻ്റെ കർത്താവിൻ്റെ കരം ചലിക്കുകയാണ്. നിന്റെ കുടുംബത്തിൻ്റെ പുറകിൽ നിൽക്കുന്ന ചിലതിനെ ഈ രാത്രി ആത്മാവിൽ തിരിച്ചറിയാൻ ദൈവാത്മാവ് നിന്റെ കാത് തുറക്കുന്ന രാത്രിയായി രാത്രി തീരട്ടെ. പരിശുദ്ധാത്മ നിയോഗത്തോടെ ഈ വചനത്തിൻ്റെ മുൻപിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടതിന് പറയട്ടെ, മൗനമായിരിക്കരുത്. പരിശുദ്ധാത്മാവ് ഇടപെടാൻ തുടങ്ങുന്ന രാത്രിയാണ്. ആത്മഹത്യയിലേക്ക് പോകത്തക്ക വിധത്തിൽ മനസ്സിനെ ബന്ധിച്ച് വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുന്ന ചിലതിന്മേൽ എൻ്റെ ദൈവത്തിൻ്റെ കരം ഈ രാത്രി ചലിക്കാൻ തുടങ്ങുന്നു. ഈ രാത്രി ആരാധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നാമത് ചെയ്യേണ്ടത് സാത്താന്യ പദ്ധതികളെ നീ തിരിച്ചറിയുക. ഈ രാത്രി ഓർക്കുക, ഹവ്വയെ വഞ്ചിക്കാൻ എത്തിയ പാമ്പിൻ്റെ പുറകിൽ നിൽക്കുന്നത് പിശാചാണ് എന്ന് ഹവ്വ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ചരിത്രം മാറിയേനെ. യേശു ക്രിസ്തുവിനോട് ഇത് ഭവിക്കരുതേ എന്ന് പറഞ്ഞ പത്രോസിന്റെ നാവിന്റെ പുറകിൽ നിൽക്കുന്നത് സാത്താനാണ് എന്ന് പത്രോസ് തിരിച്ചറിഞ്ഞെങ്കിൽ രംഗം മാറിയേനെ. നിന്റെ വാഗ്ദത്തത്തിനെതിരെ ഈ രാത്രി നിൽക്കുന്നത് കൊടിയ പിശാചാണ് എന്ന് ആത്മാവിൽ തിരിച്ചറിഞ്ഞാൽ എൻ്റെ ദൈവം രംഗം മാറ്റാൻ തുടങ്ങുകയാണ്. മാത്രമല്ല, നീ ഒറ്റയ്ക്കല്ല ഇതിനകത്തിരിക്കുന്നത്, നിന്റെ പുറകിൽ സ്വർഗത്തിൻ്റെ സൈന്യം നിൽപ്പുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ജയം, രക്തത്താൽ ജയം. 1,85,000 ഒറ്റ രാത്രി കൊണ്ട് വെട്ടിമാറ്റിയ എൻ്റെ ദൈവത്തിൻ്റെ ദൂതന്മാർ ഈ രാത്രി നിന്റെ വിഷയത്തിൻ്റെ പുറകിൽ ഇറങ്ങി ഇടപെടാൻ നിൽക്കുകയാണ്. പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ച് പ്രാർത്ഥിച്ച ദൈവമക്കളുടെ മുൻപിലെത്തിച്ച ദൈവത്തിൻ്റെ
ദൈവത്തിൻ്റെ ദൂതന്മാർ ഈ രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശിരസിൻ്റെ പുറകിൽ നിൽക്കുന്നുണ്ട്. ഈ രാത്രി നിന്റെ നാവിൽ ആത്മീയ ആയുധങ്ങൾ സ്വർഗം തന്നിരിക്കുന്നു. വാ പൂട്ടിയിരിക്കാതെ അത് ഈ രാത്രി ഉപയോഗിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ജയം, അവൻ്റെ രക്തത്താൽ ജയം, അവൻ്റെ വചനത്താൽ ജയം. ഇത് പറയാൻ നിന്റെ നാവുകൾ സ്തോത്രത്തോടെ ചലിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മുൻപിൽ പ്രാർത്ഥനയുടെ നടുവിൽ ആത്മീയ അധികാരം ഉപയോഗിക്കാൻ ദൈവം ബലം പകരുന്ന രാത്രിയാണ് ഈ രാത്രി. നിരാശയുടെ ബന്ധനത്തിൽ അകപ്പെടുത്തി മനസ്സിനെ വല്ലാതെ താളം തകർത്ത് മുൻപോട്ട് പറക്കാൻ ചിറകുകൾ ഉണ്ടെങ്കിലും പറക്കാൻ അനുവദിക്കാതെ വാദിച്ചു നിൽക്കുന്ന ആശയങ്ങളുടെ മേൽ ദൈവശക്തി ഇന്ന് രാത്രി പകർന്നിട്ട് 9:30 ആശീർവാദം പറയുന്നതിന് മുൻപ് സ്വർഗം ചില കെട്ടുകൾ അഴിച്ചു മാറ്റാൻ ഈ ഗ്രൗണ്ടിൽ ഇടപെടുന്ന രാത്രിയാണ്. തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചിട്ട് പറ, ഒരു അസാധാരണ ദൈവപ്രവൃത്തിക്കായി എൻ്റെ മനസ്സ് കൊതിക്കുകയാണ്. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വേദപുസ്തക ചരിത്രത്തിൽ ദൈവം ഉപയോഗിച്ച വിശുദ്ധന്മാരുടെ ലിസ്റ്റ് ഞാൻ നിങ്ങളോട് പറയാം. അവരെല്ലാവരും അസാധാരണ മാനസിക തകർച്ചയോടെ പോയവരാണ്. ഈ ബൈബിളിൻ്റെ പേജുകളിൽ പ്രപഞ്ച ചക്രവർത്തിയും അഖിലാണ്ട സൃഷ്ടിതാവുമായ മഹാദൈവത്തെ അവൻ്റെ തേജസ്സിനകത്തോട്ട് കയറി ഇരുന്നതിന് ശേഷം ആ തേജസ് ത്വക്കിൽ പ്രതിഫലിപ്പിച്ച് ഇറങ്ങി വരുമ്പോൾ, മോശേ നിന്റെ ത്വക്ക് പ്രകാശിക്കുന്നു, അതുകൊണ്ട് മൂടുപടം ഇടുക എന്ന് പറയത്തക്ക വിധത്തിൽ ദൈവം ഉപയോഗിച്ച ഒരാളെ ഉള്ളൂ. 30 ലക്ഷം പേർക്ക് 40 വർഷം ട്രാൻസ്ഫർ ഇല്ലാത്ത പാസ്റ്ററായിരുന്ന മോശയാണ്. ഒരു വടി നീട്ടിയപ്പോൾ കടൽ മുറിച്ചവനാണ് അദ്ദേഹം. ആ കർത്തൃദാസൻ പർവ്വതത്തിന് മുകളിൽ കവിണ് വീണിട്ട് കർത്തൃസന്നിധിയിൽ കരഞ്ഞു പറയുന്ന വാക്കുകൾ ഓർക്കണം. എന്നെ കൊന്നു കളയണമേ, എൻ്റെ അരിഷ്ടത ഞാൻ ഓർക്കരുതേ. ഞാൻ ചോദിക്കട്ടെ, വേദപുസ്തകത്തിൽ കരുത്തനല്ലായിരുന്നോ ഇരമ്യാവ്? പറഞ്ഞ ഭാഷ നിങ്ങൾക്കറിയാമോ? കഷ്ടവും സങ്കടവും അനുഭവിച്ച് ജീവകാലം നിന്നയിൽ കഴിയേണ്ടതിന് ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നത് എന്തിന്? അയ്യോ, എൻ്റെ ജനത്തെ വിട്ട് പൊയ്ക്കളയേണ്ടതിന് മരുഭൂമിയിൽ വഴിയാത്രക്കാർക്കുള്ള ഒരു സത്രം എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഇസ്രയേലിൻ്റെ മധുരഗായകനായ ദാവീദ് പറഞ്ഞത്, സ്തോത്രം, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. എന്നെ നിന്ദിച്ചതൊരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ മറന്നുകൊള്ളുമായിരുന്നു. എൻ്റെ നേരെ വമ്പ് പറഞ്ഞതെന്നെ പകയ്ക്കുന്നവനല്ല, അങ്ങനെയെങ്കിൽ ഞാൻ മറയുമായിരുന്നു. ഈ രാത്രി ഓർക്കുക, പ്രാർത്ഥിക്കുന്ന നിന്റെ വേദനയ്ക്ക് മുൻപിൽ എൻ്റെ ദൈവം ഇറങ്ങി ഇടപെട്ടാൽ വിഷയത്തെ ദൈവം തിരിച്ച് കറക്കുന്ന ദൈവമാണ്. തൻ്റെ മകൻ അബ്ശാലോം, അബ്ബ പിതാവ്, ശാലേം സമാധാനം, അബ്ശാലോം അപ്പന് സമാധാനം. പക്ഷെ ഇവൻ്റെ കുഞ്ഞിക്കാല് കണ്ടതിന് ശേഷം ഈ അപ്പൻ സമാധാനം അനുഭവിച്ചിട്ടില്ല. എന്നാൽ ഭക്തനെതിരെ ഉയർന്ന ആ കരത്തിന്മേൽ എൻ്റെ ദൈവത്തിൻ്റെ കരം ഇടപെട്ടപ്പോൾ അവൻ്റെ കഴുകുമരം ദൈവത്തിന് സ്തോത്രം മുൻപിൽ ഉയർന്നു നിൽക്കുന്ന കരിവേലകമായി മാറി. അവൻ്റെ ആരാച്ചാരായി അവൻ യാത്ര ചെയ്ത കോവർ കഴുതയെ ദൈവം മാറ്റി. അവൻ്റെ തലമുടി ദൈവം തൂക്കുകയറാക്കി മാറ്റി. പ്രാർത്ഥിക്കുന്ന നിന്റെ കവിൾത്തടങ്ങളിൽ നിന്ന് പ്രാർത്ഥന കണ്ണുനീര് പൊഴിഞ്ഞിറങ്ങിയാൽ നിനക്കെതിരെ ഉയർന്നു നിൽക്കുന്ന കരങ്ങളുടെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ കരം ചലിക്കും. കേട്ടോ, യേശുവിൻ്റെ നാമം ചൊല്ലി ഞാൻ ആത്മനിയോഗത്തോടെ ഈ ഗ്രൗണ്ടിൽ വിളിച്ചു പറയുന്നു, എസ്തേറേ, നീ അനാഥയായതിൻ്റെ കാര്യമെന്താ നിനക്കറിയില്ല. നീ അനാഥയായെങ്കിലേ മൊർദെഖായിയുടെ പരിചരണയിലെത്തൂ. അവൻ്റെ പരിചരണയിലെത്തിയെങ്കിലേ അഹശ്വേരോശ്
യബേസിൻ്റെ ഭാര്യയാകൂ, അവൻ്റെ ഭാര്യയായെങ്കിലേ ഹാമാൻ്റെ കഴുത്തിൽ കഴുകുമരം കയറൂ, അവൻ്റെ കഴുത്തിൽ കഴുകുമരം കയറിയെങ്കിലേ നിന്റെ ജാതി വിടുവിക്കപ്പെടൂ. ഇന്ന് രാത്രി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശോധനയുടെ പുറകിൽ നീ അറിയാത്ത ഒരു കരം നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു ദൈവപൈതൽ ഉണ്ടെങ്കിൽ ആത്മാവിൽ പറയണം, എൻ്റെ മനസ്സിന്മേൽ അസാധാരണ കരുത്തു പകരുന്ന യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ബലത്തോടെ വ്യാപരിക്കുകയാണ്. തേജസ് ഉടുത്തുകൊണ്ട് ഈ ഓഡിറ്റോറിയത്തിൽ ഇറങ്ങി വന്നിരിക്കുന്ന യേശുവിൻ്റെ കരം ഇതിനകത്തിരിക്കുന്ന വ്യക്തികളെ തൊടുന്ന രാത്രിയാണ്. തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പറ, എൻ്റെ മേൽ വ്യാപരിക്കുന്ന നിരാശയുടെ കടുങ്കട്ടിനെ എൻ്റെ കർത്താവ് അഴിച്ചു മാറ്റുന്ന രാത്രിയാണ്. നിങ്ങൾക്കറിയാമോ, വേദപുസ്തക ചരിത്രത്തിൽ ശാരീരികമായും മാനസികമായും അസാധാരണ ബലം അനുഭവിച്ച ദൈവദാസനാണ് ഏലിയാവ്. ഏലിയാവിന് വ്യാപരിച്ച ബലത്തെക്കുറിച്ച് പറഞ്ഞാൽ, സ്തോത്രം, കൊടുങ്കാറ്റ് പോലെ കൊട്ടാരത്തിലോട്ട് വന്നു കയറിയിട്ട് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ലെന്ന് ധൈര്യത്തോടെ പറഞ്ഞ് ആകാശം പൂട്ടിക്കെട്ടി താക്കോല് പോക്കറ്റിലിടത്തക്ക വിധത്തിൽ അസാധാരണക്കാരനായിരുന്നു ഏലിയാവ്. കെരീത്തിൻ്റെ കരയിൽ തിന്ന് കുടല് പൊട്ടിയാലും കൊടുക്കാത്ത കാക്കയുടെ ചുണ്ടിൽ ഇറച്ചി കൊടുത്തു വിടുമ്പോൾ വണ്ടിയിൽ GPS സിസ്റ്റം വെച്ചിരിക്കുന്നത് പോലെ കാക്കയുടെ തലയ്ക്കകത്ത് കെരീത്തിലോട്ട് GPS സിസ്റ്റം വെച്ച് വിട്ട കൈ ഏതാണെന്നറിയാമോ? വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചാൽ നിനക്കുള്ള ഓഹരി നിന്റെ അടുക്കൽ എത്തിക്കാൻ ആ കരം ഇന്ന് രാത്രിയും ഉയർന്നു നിൽക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഒടുവിൽ ഈ ദൈവദാസന്റെ മനോബലം എത്ര വലുതാ! അസാധാരണ മനോബലമായിരുന്നു. സ്തോത്രം. ശാരീരിക ബലമോ? ഒറ്റ പ്രാർത്ഥനയിൽ ആകാശത്തുനിന്ന് തീ ഇറക്കി കത്തിച്ചതിന് ശേഷം ഈ ദൈവദാസൻ ഒരു യുദ്ധവീരനായിട്ടങ്ങ് മാറിയിട്ട് വാൾ ഊരി ശത്രുവിൻ്റെ മുഴുവൻ പ്രവാചകന്മാരെയും വെട്ടി നുറുക്കുമ്പോൾ ഈ കരുത്ത് എവിടുന്ന് കിട്ടിയതാ? ഇത് ശരീരബലമാ. നിങ്ങൾ ഓർക്കണം, ആഹാബിൻ്റെ രാജരഥത്തിൻ്റെ പുറകിലല്ല, ഈജിപ്ഷ്യൻ പെൺകുതിരകളെ കെട്ടിയോടുന്ന ആഹാബിൻ്റെ രാജരഥത്തിൻ്റെ മുൻപിൽ ഒരു മാരത്തേൺ ഓട്ടം പാസ്സാക്കണമെങ്കിൽ ശരീരത്തിന് അസാധാരണ ബലമുള്ളവനാണ് ഇദ്ദേഹം. എന്നാൽ ഈ രാത്രി ഇവിടെ നിന്ന് ആരാധിക്കുന്ന ദൈവമക്കളെ, ഒരു ചെറിയ ഭീഷണിക്ക് മുൻപിൽ ചൂരച്ചെടി തണലിൽ ഇദ്ദേഹം മരണം കൊതിക്കുമ്പോൾ ദൈവാത്മാവ് എനിക്ക് നിയോഗം തരുന്നത് കൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, ഏലിയാവേ, നിന്റെ ജാതകം എന്ന് വിശേഷിപ്പിക്കാമെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ നിനക്ക് വേണ്ട പദ്ധതി എത്ര വലുതാണെന്നറിയാമോ? തിസ്ബിയുടെ മലങ്കാടുകൾക്കിടയിൽ പ്രാർത്ഥനാ നിരതനായിരുന്ന് പ്രാപിച്ച ദൂതുമായി കൊട്ടാരത്തിൽ രാജാവിനോട് ആലോചന പറഞ്ഞ് കാക്കച്ചു ിൽ നിന്നും ആഹാരം അനുഭവിച്ച് കെരീത്തിലെ സാധുവായ വിധവയുടെ കലത്തിൽ പ്രകൃതിയാതീത അത്ഭുതം വരുത്തി കർമ്മേലിൻ്റെ കൊടുമുടിയിൽ തീയിറക്കി ബാലിൻ്റെയും അശേരയുടെ പ്രവാചകന്മാരെ വെട്ടി നിരത്തി ഒടുവിൽ രാജാക്കന്മാരെ അഭിഷേകം ചെയ്ത് ഏലിശയുമായി യോർദാൻ മുറിച്ചക്കരെ കയറി യാത്ര ചെയ്യുമ്പോൾ അഗ്നി അശ്വരഥങ്ങൾ ഇറങ്ങി വന്ന് പച്ചയായി നിന്നെ പറുദീസയിലേക്ക് പറത്തിക്കൊണ്ടുപോയി പിതാവിൻ്റെ മഹത്വത്തിന് മുൻപിലിരുത്തി യേശു ഈ ഭൂമിയിൽ വരുമ്പോൾ അവനെ ബലപ്പെടുത്താൻ ഇവിടെ ഇറങ്ങി വന്ന് സംസാരിച്ച് തിരികെ കയറിപ്പോകുന്നത് പത്രോസും യാക്കോബും യോഹന്നാനും നേരിട്ട് കണ്ട് ഒടുവിൽ എതിർ ക്രിസ്തുവിൻ്റെ ഭീകര പീഡ നടക്കുമ്പോൾ പലസ്തീൻ്റെ മണ്ണിലേക്ക് പച്ച മാംസത്തിൽ ഇറങ്ങി വന്ന് ശത്രു കാണുക മുറിവേറ്റെങ്കിലും കാലൂന്നി എഴുന്നേറ്റ് പറുദീസയിലേക്ക് പോകാൻ യുഗങ്ങളുടെ ശുശ്രൂഷ ചെയ്യാൻ ദൈവം പ്ലാൻ ചെയ്ത നീയാണോ നാളെ പട്ടി തിന്ന് തീർക്കേണ്ട ഒരുത്തിയുടെ ഭീഷണിക്ക് മുൻപിൽ നിരാശപ്പെടുന്നത്? ഈ രാത്രി ആത്മാവിൽ ആലോചന വിളിച്ചു പറയുന്നു. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഈ രാത്രി ആത്മകണ്ണുകൊണ്ട് തിരിച്ചറിഞ്ഞാൽ ആ തകർച്ചയ്ക്ക് മുൻപിൽ വിളിച്ചു പറയും, ഞാൻ സേവിക്കുന്ന ദൈവം അറിയാതെ ഒന്നും എൻ്റെ മുൻപിൽ സംഭവിക്കില്ല. തിരിച്ചറിയണം. ഇതിന് കഴിയണമെങ്കിൽ, ശ്രദ്ധിക്കൂ, ഇതിന് കഴിയണമെങ്കിൽ ഒരു അസാധാരണ കരുത്ത് വ്യാപരിച്ചേ പറ്റൂ. ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്യാമോ? ഇതിന് കഴിയണമെങ്കിൽ ഒരു അസാധാരണ കരുത്ത് വ്യാപരിക്കണം. ആ കരുത്ത് ലഭ്യമാകുന്ന സ്ഥലം
ഇവിടെ പ്രാർത്ഥിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലമല്ല. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ എൻ്റെ സ്വന്തമെന്ന് പറയാൻ ഒരു ധൈര്യം നിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, കല്ലറയ്ക്കപ്പുറത്തേക്ക് കടന്നു പോകുന്ന നിത്യജീവന്റെ ചൈതന്യം നിന്റെ സിരകളിൽ പകർന്നിട്ട് നിന്നെ കരുത്തോടെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് കഴിയും. അത് മതസ്ഥാപനങ്ങൾക്ക് പറ്റില്ല. യേശുവിന്റെ കാൽവറി ബലിക്കേ പറ്റൂ. ഓ, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. എല്ലാ ദൈവമക്കളും ആത്മാവിൽ പ്രാർത്ഥിച്ച് തുടങ്ങട്ടെ. ഇന്ന് രാത്രി നിന്നെ തൊടുന്ന ദൈവത്തിൻ്റെ തേജസ്, നിന്റെ ശിരസിനു മീതെ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷേകം, പ്രാർത്ഥിക്കുന്ന നിന്റെ മാംസപേശികളിലേക്ക് ഇറങ്ങി വരുന്ന ദൈവാത്മ വ്യാപാരം, നിന്റെ മനോമണ്ഡലത്തെ ബന്ധിച്ചിരിക്കുന്ന അസാധാരണമായ വൈകാരിക തകർച്ചകളിൽ നിന്ന് നിന്നെ പിടിച്ചേൽപ്പിക്കുന്ന എഴുന്നേൽപ്പിക്കുന്ന നിത്യതയുടെ ദർശനം അകത്ത് കൊതിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം. എൻ്റെ ജീവിതത്തിന്മേലുള്ള ദൈവത്തിൻ്റെ കരം ആത്മാവിൽ കാണുന്നു. ഞാൻ യേശു സ്വന്തമായതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നമ്മൾ പാടാറില്ലേ, പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി. ശബ്ദമുയർത്തി, പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. ഓ, എന്തിനെന്നു ചോദിക്കില്ല ഞാൻ. ഓ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. അതെന്തിനെന്നു ചോദിക്കില്ല ഞാൻ. എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. വർത്തമാനകാല പ്രതിസന്ധികളെ അസാധാരണ കരുത്തോടെ അഭിമുഖീകരിപ്പാൻ, കഴുത്തു മുറിഞ്ഞു വീഴുമ്പോഴും സുസ്മേരവദനായി ഓസ്തിയയ്ക്ക് തിരിയുന്ന രാജവീഥിയിൽ 2.5 അടി പൊക്കമുള്ള കൽത്തൂണിൽ കഴുത്ത് വെച്ചു കൊടുക്കാൻ, സ്തോത്രം, തിളച്ച എണ്ണയിൽ വറുത്തു പൊരിക്കുമ്പോഴും അലറിയടുക്കുന്ന ഘോര ജന്തുക്കൾക്ക് വലിച്ചെറിയുമ്പോഴും തിളങ്ങുന്ന പടവാള് കൊണ്ട് വെട്ടിവീഴ്ത്തുമ്പോഴും പാട്ടോടെ മരണത്തെ അഭിമുഖീകരിപ്പാൻ ഈ ഭക്തന്മാർക്ക് കഴിഞ്ഞതിൻ്റെ കാരണം നിത്യത അവർക്ക് സ്വന്തമായതുകൊണ്ടാണ്. സ്തോത്രം. നിങ്ങൾ രാത്രി ശ്രദ്ധിക്കുക, ഇത് യേശുവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. ഉരുളിച്ചയ്ക്ക് പറ്റില്ല, ഉരുളനേർച്ചയ്ക്ക് പറ്റില്ല, അർപ്പണത്തിന് പറ്റില്ല, തർപ്പണത്തിന് പറ്റില്ല, വെളിച്ചെണ്ണയ്ക്ക് പറ്റില്ല, വെടിവഴിപാടിന് പറ്റില്ല, യാഗങ്ങൾക്ക് പറ്റില്ല. യേശുവിൻ്റെ കാൽവറി ബലിമരണം എൻ്റെ രക്ഷയ്ക്കുള്ള ദൈവ പദ്ധതിയാണെന്ന് ഉറച്ച് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ കല്ലറയ്ക്കപ്പുറത്തേക്ക് പോകുന്ന നിത്യജീവന്റെ ചൈതന്യം നിന്റെ മേൽ വ്യാപരിക്കുകയാകും. ഒരു സംഭവം ഞാൻ പറയാം. ഒരു അമ്മയുടെ കൺമുൻപിൽ നടന്ന സംഭവമാണ്. ഒരമ്മയുടെ കൺമുൻപിൽ ഒരു കുഞ്ഞ്, അവൻ്റെ പേര് വിനോദ്, 2.5 വയസ്സ് പ്രായം, ആ മുറ്റത്ത് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തങ്കക്കുടമാണ്. 2.5 വയസ്സുള്ളൊരു കുഞ്ഞ്, കഴുത്തിൽ 2.5 പവൻ്റെ ഒരു മാലയുമുണ്ട്, സ്വർണ്ണമാല. പക്ഷെ അമ്മയുടെ കണ്ണുവെട്ടി ഈ കുഞ്ഞിനെ കാണുന്നില്ല. മുറ്റത്തേക്കിറങ്ങി മോനെ വിനോദേ വിളിച്ചു, കേൾക്കുന്നില്ല. അലറി വിളിച്ചു, പരിസരങ്ങൾ ഇളകി, നാട്ടുകാർ ഓടിക്കൂടി. വിനോദിനെ അന്വേഷിച്ച് നാട്ടുകാർ പരക്കം പാഞ്ഞു. ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം മിനിറ്റുകൾക്കുള്ളിൽ നാട്ടുകാർ കണ്ടു. തൊട്ടപ്പുറത്ത് ഒരു മുളങ്കാടിനകത്ത് കഴുത്ത് ഞെരിച്ച് കൊല്ലപ്പെട്ട വിനോദിൻ്റെ ജഡം കണ്ടെടുത്തപ്പോൾ കഴുത്തിലെ മാല നഷ്ടപ്പെട്ടിരുന്നു. അധികം താമസിക്കാതെ ഗവൺമെൻറ് പ്രതിയെ പിടിച്ചു. നാണു എന്ന ഒരു അക്രൈസ്തവ സഹോദരൻ. അവസാനം അദ്ദേഹത്തെ തൂക്കിലിടാൻ വിയൂർ ജയിലിലിട്ടിരിക്കുന്ന ദിവസങ്ങൾ. ഒരു സുവിശേഷകൻ അവിടോട്ട് കടന്നു ചെന്ന് ഒരു പുതിയ നിയമത്തിൻ്റെ പ്രതി നാണുവിന് നേരെ നീട്ടി. അദ്ദേഹം ആ ബൈബിൾ വലിച്ച് ജയിൽ മുറിക്കകത്തേക്ക് എറിഞ്ഞതിന് ശേഷം പറഞ്ഞു, പോ, ഒരെണ്ണത്തെ എൻ്റെ കൺമുൻപിൽ കാണരുത്. സ്വർഗം വിൽക്കാൻ നടക്കുന്ന സമൂഹദ്രോഹികൾ എന്ന് പറഞ്ഞ് പരിഹസിക്കാൻ തുടങ്ങി. ദൈവദാസൻ ഒന്നിനും പ്രതികരിക്കാതെ അടുത്ത സെല്ലുകളിലേക്ക് പോയി. പുറത്തേക്ക് ഇയാൾ എന്തോ കാര്യത്തിന് പോയിട്ട് അകത്തോട്ട് കയറി വരുമ്പോൾ മൂലയ്ക്ക് കിടക്കുന്ന ഈ പുതിയ നിയമമെടുത്ത് ഒന്ന് മലർത്തി നോക്കി. തൻ്റെ കണ്ണിലുടക്കിയ ഒരു വാക്യം,
തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ചങ്കിൽ ഉളി പോലെ കയറി ഈ വചനം മുട്ടുകുത്തി കരഞ്ഞു. ആ സുവിശേഷകനെ നേരിട്ടൊന്ന് കാണണം എന്ന് പറഞ്ഞു. ആ ദൈവദാസനെ ജയിൽ മുറിക്ക് മുൻപിൽ വരുത്തി ഇയാൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. ഇദ്ദേഹം പറഞ്ഞ 3 അന്ത്യാഭിലാഷങ്ങളുണ്ട്. 1, വിശ്വാസ സ്നാനം തനിക്ക് സ്വീകരിക്കണം. 2, വിശുദ്ധ മേശയിൽ തനിക്ക് പങ്കാളിയാകണം. 3, തൻ്റെ കണ്ണുകൾ അന്ധരായ ആർക്കെങ്കിലും മരണാനന്തരം ദാനം ചെയ്യണം. ഇനിയും ജയിൽ അധികൃതരുടെ ഭാഷയിൽ ഇദ്ദേഹത്തിൻ്റെ ഒടുവിലത്തെ രംഗം കേൾക്കുമ്പോൾ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ഇതുപോലെ ധൈര്യം ഏത് സമൂഹത്തിലാണ് ലഭിക്കുന്നത്? തലേ രാത്രിയിൽ തൂക്കിയിടപ്പെടാൻ പോകുന്ന ആളുകൾ ഉറങ്ങാറില്ല. പക്ഷേ നാണുഗാഠമായി ബൈബിൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുറങ്ങി. രാവിലെ സമയം നാണു ബൈബിൾ വായിച്ചുകൊണ്ട് ഉണർന്നു. സ്തോത്രം, ഉണർന്നു. ഒടുവിൽ താൻ സ്വയം സജ്ജമായി കുലമരത്തിങ്കിലേക്ക് നീങ്ങി. കുലമരത്തിൻ്റെ അടുക്കലെത്തിയപ്പോൾ മുഖം മൂടാതെ തനിക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെട്ടു. മുട്ടുകുത്തി താൻ 2 കൈകളും വിരിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനാവാചകം ഇങ്ങനെയാണ്: നസ്രയനായ യേശുവേ, കൊടിയ പാപിയായ എൻ്റെ പാപക്കറകളെ അങ്ങയുടെ ഹൃദയ രക്തം കൊണ്ട് കഴുകി എന്നെ നിത്യതയ്ക്ക് അർഹനാക്കിയത് കൊണ്ട് ഞാൻ അങ്ങയ്ക്ക് നന്ദി കരുതുന്നു. എന്നെ അറസ്റ്റ് ചെയ്ത പോലീസുകാരെയും എനിക്കെതിരെ വിധി പുറപ്പെടുവിച്ച ജഡ്ജിയെയും എന്നെ തൂക്കാൻ പോകുന്ന ഈ ചുമതലക്കാരെയും അനുഗ്രഹിക്കണമേ. ഇത്രയും ദിവസങ്ങൾ ഞാൻ അങ്ങയെ വിശ്വാസ കണ്ണുകളാൽ കണ്ടു. ചില മിനിറ്റുകൾക്കുള്ളിൽ ഞാൻ അങ്ങയെ നേരിട്ട് കാണാൻ വരുന്നു. എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ കൈമാറുന്നു. എന്നെ സ്വീകരിക്കണമേ. കഴുത്തിൽ കയറ് മുറുകി. സ്തോത്രം. നാണുവിൻ്റെ ജഡം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ഞാൻ ഇന്ന് രാത്രി ചോദിക്കുന്നു, ഇത്രയും ധൈര്യം വ്യാപരിച്ച ശക്തി ഉത്ഭവിച്ചത് എവിടെ നിന്ന്? അത് കാൽവറി ക്രൂശ് സ്വന്തമായതുകൊണ്ട് മാത്രം. ഓ, രക്തത്താൽ ജയം. 2 കൈകളും ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ആ 2 കൈകളും ഉയർത്തിപ്പിടിച്ചാട്ടെ. യേശുവേ എന്ന് ഇന്ന് രാത്രി ശബ്ദം ഉയർത്തി ഒന്ന് പറഞ്ഞേ. ലജ്ജ വേണ്ട കേട്ടോ, ലജ്ജ വേണ്ട. ഈ ഹോളിൽ മാത്രമല്ല, ഈ ഓഡിറ്റോറിയത്തിൽ മാത്രമല്ല ഈ ശബ്ദം മുഴങ്ങേണ്ടത്. ഈ പരിസരങ്ങളിലൂടെ ആ ശബ്ദം മുഴങ്ങട്ടെ. രക്തത്താൽ ജയം. ജനനത്തിന് മുൻപേ നമുക്കാർക്കും ചരിത്രമില്ല. എന്നാൽ യേശുവിന് ജനനത്തിന് മുൻപേ ചരിത്രമുണ്ട്. മരണത്തിന് ശേഷം നമുക്ക് ചരിത്രമുണ്ടെങ്കിലും അവൻ്റെ പ്രവൃത്തി പുനരുത്ഥാനം കഴിഞ്ഞാണ്. എന്നാൽ ഏത് ഡെഡ് ബോഡി കല്ലറയിൽ വെച്ചോ ആ ഡെഡ് ബോഡി തന്നെ ഉയർത്തെഴുന്നേറ്റ് വന്ന് ചരിത്രം തുടരുക മാത്രമല്ല, ഇന്ന് രാത്രി തേജസ് ഉടുത്തുകൊണ്ട് അവൻ ഈ യോഗത്തിന് നടുവിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അനുഭവിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറ, നിന്റെ ശരീരത്തെ ഗ്രസിച്ചിരിക്കുന്ന രോഗത്തിൻ്റെ കെട്ടുകളെ ഈ പ്രാർത്ഥനയ്ക്ക് നടുവിൽ അഴിച്ചെടുക്കാൻ യേശുവിന് ശക്തിയുണ്ട്. ഈ രാത്രി യേശുവിനെ അനുഭവിക്കാൻ സജ്ജമാകുകയാണെങ്കിൽ അത് വഴിവക്കിലാകട്ടെ, അത് മരച്ചുവട്ടിലാകട്ടെ, അത് ടെറസിൻ്റെ മുകളിലാകട്ടെ, നിന്റെ ശരീരത്തിൻ്റെ കോശങ്ങളിൽ വ്യാപരിക്കുന്ന ആ രോഗത്തിൻ്റെ ബന്ധനങ്ങളെ തകർത്തെറിയാൻ യേശുവിൽ ശക്തി വ്യാപരിക്കുന്നു. അവന് പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്, അവന് മരണത്തിന്മേൽ അധികാരമുണ്ട്, അവന് രോഗത്തിന്മേൽ അധികാരമുണ്ട്, അവന് പ്രപഞ്ച ശക്തികളുടെ മേൽ അധികാരമുണ്ട്. അത് ഇന്ന് രാത്രി അറിഞ്ഞുകൊണ്ട് യേശുവിനെ ആലിംഗനം ചെയ്യാൻ, യേശുവിനെ സ്വന്തമാക്കാൻ നീ തയ്യാറായാൽ കല്ലറയ്ക്കപ്പുറത്തേക്ക് കടന്നു പോകുന്ന നിത്യജീവന്റെ ഉറപ്പ് നിന്നെ മേൽ വ്യാപരിപ്പിക്കാൻ യേശുവിന്റെ ക്രൂശിന് ശക്തിയുണ്ട്. ഗ്ലോറി, ഹല്ലേലൂയ. അക്കരങ്ങൾ ഉയർത്തിയവരെല്ലാവരും എഴുന്നേറ്റാട്ടെ. സ്തോത്രം, സ്തോത്രം. ആ 2 കൈകളും നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ചേ. 2 കൈകളും നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ചേ. ഒരു നിമിഷം നിങ്ങളുടെ കണ്ണൊന്ന് തുറക്കണേ. ഒരു ചോദ്യം ഈ മീഡിയയിൽ ഞങ്ങളെ കേൾക്കുന്നവരോട്, ഈ ഓഡിറ്റോറിയത്തിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരോട് ഒരു ചോദ്യം. അകത്തും പുറത്തും ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടൊരു ചോദ്യം. നിങ്ങൾ ഒരു ഘോരമായ വനാന്തരത്തിൽ എത്തിയെന്നിരിക്കട്ടെ. വൃക്ഷനിബിഡമായ വനമേഖലയാണ്. വഴിതെറ്റിപ്പോയി നിങ്ങൾക്ക്. സമയം സന്ധിയുമായി. ഉദാഹരണമാണ്, നിങ്ങളുടെ ശരീരത്തിന് വല്ലാത്ത വിറയിൽ കാട്ടുമൃഗങ്ങളുടെ ശബ്ദം നിങ്ങളുടെ ചെവിയിൽ മുഴങ്ങുന്നു. പാമ്പുകളുടെ ചീറ്റൽ നിങ്ങൾ ചെവി കൊണ്ട് കേൾക്കുന്നു. അടിമുടി നിങ്ങളെ വിറയ്ക്കുന്നു, വിയർക്കുന്നു. ശ്രദ്ധിച്ചേ, ശ്രദ്ധിച്ചേ. ഈ സമയം നിങ്ങൾക്ക് ആവശ്യം എന്താണ്?
പണമാണോ ആവശ്യം? ഭക്ഷണമാണോ ആവശ്യം? നല്ല തോക്കാണോ ആവശ്യം? എന്താണ് നിങ്ങൾക്ക് ആവശ്യം? നിങ്ങൾ പറയും, പാസ്റ്ററെ ഭക്ഷണം വേണ്ട, വസ്ത്രം വേണ്ട, തോക്ക് വേണ്ട. വീട്ടിലെത്തിക്കാൻ തക്കവണ്ണം കഴിയുന്ന ഒരു വഴികാട്ടിയെ മതി. ഞാൻ ഈ രാത്രി പറയാം, നിന്നെ നിന്റെ നിത്യ വീട്ടിലെത്തിക്കാൻ കഴിവുള്ള ഒരു വഴികാട്ടി ചരിത്രത്തിലുണ്ടെങ്കിൽ അത് മരണത്തെ ഉയർത്തെഴുന്നേറ്റ യേശുവാണ്. ആ രണ്ട് കൈകളും നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച് ഇന്ന് രാത്രി നിൽക്കുന്ന നിൽപ്പിൽ നിന്റെ ശ്വാസം അറിയുന്നതിനേക്കാൾ ആഴത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. എൻ്റെ ജീവനെ ഞാൻ നിന്റെ കൈകളിൽ തരുന്നു യേശുവേ. ശബ്ദമുയരട്ടെ, എൻ്റെ ജീവനെ നിന്റെ കൈകളിൽ തരുന്നു യേശുവേ. അറിയാമോ, മദ്രാസിലെ മോനെ, കരിക്കൻവില്ല കുലക്കേസിലെ ഒന്നാമത്തെ പ്രതിയെ വളർത്തമ്മയുടെ വയറ്റിൽ കറിക്കത്തി കുത്തിക്കടത്തിയ നരാധമനെ, അവനെ കഴുകിയ രക്തമാണ് യേശുവിൻ്റെ രക്തമെങ്കിൽ ഇന്ന് രാത്രി നിന്നെ കഴുകാൻ അതിവിടെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന രാത്രിയാണ്. പാസ്റ്റർ, എനിക്ക് പ്രാർത്ഥന വേണം. ഈ ദൂത് എനിക്കുള്ള ആലോചനയാണ്. എനിക്ക് പ്രാർത്ഥന വേണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ വലത് കരങ്ങൾ ദൈവസേന ഉയർത്തിപ്പിടിച്ചേ. ഈ രാത്രി എനിക്കുള്ള ദൂതാണ് ഈ മുഴങ്ങിയത്. എനിക്ക് പ്രാർത്ഥന വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. ഞാൻ ഒരു വാക്ക് നിങ്ങൾക്കായി പ്രാർത്ഥിച്ചിട്ട് ഗായക സംഘം മുൻപോട്ട് വന്നൊരു പാട്ടിൻ്റെ ചരണങ്ങൾ പാടാൻ പോവുകയാണ്. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ ഉയർന്നു നിൽക്കുന്ന കരങ്ങളുടെ മേൽ തേജസ്സിൻ്റെ ദ്രവത്വമില്ലാത്ത കരം ഇന്ന് രാത്രി ഇറങ്ങിപ്പിടിക്കട്ടെ. സ്വന്തം പുത്രനെ ആദരിക്കാതെ ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടെ സകലതും നൽകാതിരിക്കുമോ എന്ന ജീവന്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട്, തിരുരക്തത്തിൽ ആശ്രയിച്ച് ഈ കരങ്ങളെ പ്രാർത്ഥനയിൽ ഞങ്ങൾ മുദ്ര വയ്ക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവത്തിന് സ്തോത്രം. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് മഹത്വമർപ്പിച്ചേ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി കർത്താവിന് മഹത്വമർപ്പിച്ചേ. വീട്ടിലെ മുറിക്കകത്തിരുന്ന് നിങ്ങൾ മൊബൈൽ ഫോണിൽ, സ്തോത്രം, തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഡൽഹിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്താൽ ആ ടിക്കറ്റിൽ അത് ബുക്ക് ചെയ്ത നിങ്ങൾ ഏത് ഡേറ്റിന് ബുക്ക് ചെയ്തോ അവിടെ എത്തിച്ചേരുമ്പോൾ അവിടെ മുതൽ ഡൽഹി വരെ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ആ സീറ്റ് അത് അനുവദിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ എനിക്ക് വേണ്ടി സ്വർഗം ബുക്ക് ചെയ്തത് ഇന്നലെയല്ല, ലോകസ്ഥാപനത്തിന് മുൻപേ. ഈ രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ ആഴം അറിയാമെങ്കിൽ, ഇങ്ങനൊന്നും അല്ല സ്തോത്രം പറയേണ്ടത്, ആഴം അറിയാമെങ്കിൽ ഈ രാത്രി ആത്മാവിൽ പറയണം, ലോകസ്ഥാപനത്തിന് മുൻപേ തൻ്റെ പുത്രന്റെ രക്തത്തിലൂടെ എന്നെ കണ്ട ദൈവസ്നേഹത്തെ ആത്മാവിൽ കണ്ടുകൊണ്ട് ഞാൻ ഈ രാത്രി ആത്മാവിൽ പാടാൻ തുടങ്ങുകയാണ്. ലോകസ്ഥാപനം മുൻപ് എന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നു തൻ ജീവനെ തന്നല്ലോ, എത്രയോ ശ്രേഷ്ഠമാ സ്വർഗീയ വിളിയാൽ എന്നെയും യോഗ്യനായി എണ്ണിയ സ്നേഹമേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. കരങ്ങൾ അടിച്ച് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം.